യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉപാസനാ മാർഗത്തിനെ ഭഗവാൻ സ്തവം, ജപം, ധ്യാനം എന്ന് ഭാവനാമണ്ഡലത്തിനെ പറഞ്ഞു. ആ ഭാവനയുടെ ബലം കൊണ്ട്, ഭാവബലം കൊണ്ട് മനസ്സിനെ, ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി സ്വരൂപത്തില്, കേവലമായ ചിത്ത് ഇരുപ്പില് ചിത്വദർശനം, സ്വരൂപത്തിൽ ഇരുത്തൽ. അതാണ് ഇവിടെ ഭാവബലത്തിനാൽ ഭാവനാതീതമായ സദ്ഭാവത്തിൽ, ഭാവബലം കൊണ്ട് ഭാവം കടന്ന് സദ്ഭാവത്തിങ്കൽ നിലനിൽക്ക തന്നെ ഭാവനാഭക്തിയേക്കാൾ അതിപാവന ഭക്തി, പരാഭക്തി മുക്തി നൽകും എന്നുണ്ട്. ഭാവബലം കൊണ്ട് തമിഴില് ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്ത് ഇരുത്തലേ ഉന്തി പരഭക്തി തത്വം ഉന്തി പര. അപ്പൊ ഭാവബലം കൊണ്ട് ഭാവനാതീതമായ സ്വരൂപത്തിൽ കേവല ഇരുപ്പ്, സത് എക്സിസ്റ്റൻസില് ഇരിക്കലാണ് പരാഭക്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആത്മാവിനെ, ആത്മജ്ഞാനം, ആത്മാനുഭൂതിയാണ് ഭക്തി. ആത്മാവിനെ, സ്വരൂപത്തിനെ അറിയുന്നത് ജ്ഞാനം, സ്വരൂപത്തില് നിഷ്ഠ വരുന്നത് ഭക്തി. വിവേക ചൂടാമണിയില് ശങ്കരാചാര്യർ പറഞ്ഞു, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ മോക്ഷകാരണ സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി. മോക്ഷത്തിന് ഭക്തി ശ്രേഷ്ഠം. പക്ഷെ ഭക്തി എന്താണ്? സ്വസ്വരൂപ അനുസന്ധാനം. പല ആളുകൾക്ക് അതിനോട് ദേഷ്യം തോന്നി. എന്താന്ന് വെച്ചാൽ ശങ്കരാചാര്യർ ഈ ഭക്തിയെ മാറ്റി എഴുതിയല്ലോ എന്ന്. എനിക്ക് തോന്നുന്നത് ശങ്കരാചാര്യര് ആദ്യമേ ഭക്തിക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ട് പിന്നെയാണ് ബാക്കിയുള്ളവർ ഭക്തിക്ക് വേറെ അർത്ഥം കൊടുത്തത്. കാരണം ശങ്കരാചാര്യർ അത്രയും മുമ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ ഭക്തിക്ക് ഏകദേശം ആദികാലത്തിലുള്ള ഒരു ഡെഫിനിഷനാണിതെന്ന് കണക്കാക്കണം. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി. ഭാഗവതത്തിലും സാരവത്തായിട്ട് നോക്കുമ്പോ അതന്നെയാണ് ഭക്തി. നിത്യോപലബ്ധ നിജലാഭ നിവൃത്ത തൃഷ്ണ. നിത്യോപലബ്ധമായിട്ടുള്ളത് ആത്മാവാണ്. അതിനെ അനുസന്ധാനം ചെയ്യുന്നത് തന്നെ ഭക്തി എന്ന്. ഉപാസന ചെയ്യുമ്പോൾ ഭാവനാമണ്ഡലത്തിലാണ്. ഒരു ഘട്ടത്തില് ഉപാസന ചെയ്യുന്ന മൂർത്തിയിൽ നിന്നും ഉപാസകൻ തന്റെ സ്വരൂപത്തിലേക്ക് വരണം. ഇതിനെ ചിദ്ഗ്രഹണം എന്ന് പറയും. ചിത്തത്തിൽ നിന്നും ചിത്തിലേക്ക് തിരിയണം, സ്വരൂപത്തിലേക്ക്. നേദം യതിദം ഉപാസത്തെ എന്ന് ശ്രുതി. ഉപനിഷത്ത് തന്നെ പറയുന്നു, ഏതുള്ളത് കൊണ്ടാണോ നീ ഉപാസന ചെയ്യുന്നത് അതാണ് ബ്രഹ്മം. നീ ഉപാസിക്കണതല്ല. ഉപാസിക്കണ നീ ആരാ? ഈ ധ്യാനം ചെയ്യുന്ന നീ ആരാണ്? ഈ ധ്യാനത്തിന്റെ കർത്താവായിട്ടുള്ളിരിക്കണ നീ ആരാണ് എന്ന് നോക്കി അകമേക്ക് നോക്കുമ്പോ ഈ ധ്യാനം ചെയ്യണ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കണമോ അവിടെ അടങ്ങും. അത് ഹൃദയത്തിൽ നിന്നാണോ ഉദിക്കുന്നത്, ഹൃദയസ്ഥലത്തിലേക്ക് തിരിച്ച് അത് ലയമായി സ്വസ്ഥമാവും. അങ്ങനെ സ്വസ്ഥമാവുമ്പോ ഉണ്ടാവുന്ന ശാന്തി ഉണ്ടല്ലോ,
അത് തന്നെയാണ് ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, രാജയോഗം എല്ലാം. ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഹൃത്സ്ഥലേ മനസ്വസ്ഥതാക്രിയാ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. ഹൃത്സ്ഥലേ മനസ്വസ്ഥത ക്രിയാ ഭക്തി യോഗ ബോധാഹ ച നിശ്ചിതം. ഹൃസ്ഥലത്തില് മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുന്നതാണ് കർമ്മയോഗം, ഭക്തിയോഗം, ബോധയോഗം, അതായത് ജ്ഞാനയോഗം എല്ലാം. മർമ്മമായുള്ള, മലയാളം നല്ല രസ, മർമ്മമായുള്ള തൻ ജന്മസ്ഥലത്തെത്തി മാനസം സ്വസ്ഥമായുള്ളതല്ലോ കർമ്മവും ഭക്തിയും യോഗവും ജ്ഞാനവും കാണുക എല്ലാവറ്റിൻ കണ്ട സാരം. ഇതാണ് മലയാളം. തമിഴിൽ പോലും അത്ര വ്യക്തമല്ലാന്ന് തോന്നുന്നു. ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ അത് കർമ്മവും ഭക്തിയും ഉന്തീപര യോഗ ജ്ഞാനവും ഉന്തീപര. ഇതാണ് തമിഴ്. ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ, അതാണ് തമിഴ്. ഈ അഹങ്കാരം എവിടെ ഉദിക്കണോ ആ ഉദിക്കണ സ്ഥാനത്തിനെ അന്വേഷിച്ചു നോക്കുമ്പോൾ അതാണ് മഹർഷിയുടെ മഹായോഗം. ഇത് പതുക്കെ ഗുരു അനുഗ്രഹത്തില് തെളിയും. സത്സംഗത്തിന് പ്രയോജനം തന്നെ ഈ രഹസ്യം കണ്ടെത്തലാണ്. ഈ അഭിമാനം, അഹംവൃത്തി, ഞാൻ എന്ന് പറയുന്ന വികാരം, അതാണ് അത് ഉദിച്ച അടങ്ങുന്ന സ്ഥാനത്തിന് തമിഴില് ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ എന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ ഹൃസ്ഥലം എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഭഗവാൻ ഉപയോഗിച്ച വാക്ക് മർമ്മമായുള്ള സ്ഥാനം. മലയാളികളാണല്ലോ ഈ മർമ്മവിദ്യയൊക്കെ ചെയ്യണവര് അല്ലേ. ഈ മർമ്മവിദ്യ, ചില ഒടുക്കുവിദ്യകൾ ചില സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ ആള് മയങ്ങി വീഴുമത്രേ. ചില സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ പഴയ കഥകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഒരാള് ചണ്ടയ്ക്ക് വന്നു, അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങോട്ട് തൊട്ടാൽ അയാൾ വീണു എന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ട്. അത് അങ്ങനത്തെ വിദ്യകളൊക്കെ ഉണ്ട്, മർമ്മവിദ്യ. ശരിക്കും മർമ്മമായിട്ടുള്ള സ്ഥാനം ഈ അഹംവൃത്തിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ നോട്ടം തന്നെ അവിടെയായിരിക്കും എന്നാ പറയാ. ഭഗവാന്റെ പാർഷദന്മാരൊക്കെ പറയും, ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നാൽ ആള് കാലി. എന്താന്ന് വെച്ചാൽ ആ നോട്ടം തന്നെ അവിടെയാണ്. ആ ഉള്ളിലെ ഉള്ള മൂവ്മെന്റ്, ഞാൻ എന്നുള്ള ആ ചലനം. ആ ചലനം ഉദിച്ചിട്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ സാധന ചെയ്തു, ഞാൻ സംസാരി, എനിക്ക് കോപം വന്നു, എനിക്ക് കാമം വന്നു, എനിക്ക് അസൂയ വന്നു, എനിക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ല, ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു അല്ലേ. ഈ ഞാനിനെ നമ്മൾ വിട്ടുകളഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ നടക്കുന്ന പ്രതീതികളെയാണ് പോയി പിടിക്കണം. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. ഞാൻ ഉണരണം, ഞാൻ ഉറങ്ങണം, ഞാൻ ഇത് ചെയ്യണം, അത് ചെയ്യണം, അടുത്ത മൊമെന്റ്. കാരണം ഈ ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മണ്ഡലമുണ്ടല്ലോ, അതാണ് മായ. പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ജ്ഞാനിയും മറ്റുള്ളവരെ പോലെ തന്നെ ഉണ്ണുകയും ഉറങ്ങുകയും, പശ്യന് കാണുന്നു, ശൃണ്വന് കേൾക്കുന്നു, സ്പൃശന് തൊടുന്നു, ജിഗ്രൻ മണക്കുന്നു, അശ്നൻ ഊണ് കഴിക്കുന്നു, ഗച്ഛൻ പോകുന്നു, സ്വപൻ ഉറങ്ങുന്നു, ശ്വസൻ ശ്വാസപ്രശ്വാസം ചെയ്യുന്നു, പ്രലപൻ എന്തൊക്കെയോ വർത്തമാനം പറയണു, പ്രലപൻ വിസർജൻ വിസർജനം ചെയ്യുന്നു, പ്രലപൻ വിസർജൻ ഗൃഹൻ എന്തൊക്കെയോ ഗ്രഹിക്കണു, ഉന്മിഷൻ കണ്ണു തുറക്കണു, ചിലപ്പോൾ കണ്ണടയ്ക്കണു. ഇതൊക്കെ ചെയ്യുമ്പോഴും
ചിന്മയോ ഭവതി. ഇതേ ശ്ലോകം വാസിഷ്ഠത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇതിലൊന്നും ഇടകലരാതെ ചിന്മാത്രമായിട്ട് ആത്മാവായിട്ട് തന്നെ ഇരുന്നു കൊണ്ടിരിക്കണു എന്നുവെച്ചാൽ ഇതിനൊന്നും മാറ്റിമറിക്കണില്ല എന്നർത്ഥം. ഭഗവാൻ ഇഷ്ടമുള്ള മാർഗത. ആരോടും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഒന്നും പറയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ഉറക്കം വരണു. ഞാൻ ഉറക്കം മാറ്റാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പറ്റണില്ല. ആരൊക്കെയോ പറഞ്ഞു ഉറക്കം വന്നാൽ ഹരേ രാമ ഉറക്കം ജപിക്കുമെന്ന് ജപിച്ചു നോക്കി, നടക്കണില്ല. എന്തൊക്കെയോ ചെയ്തു, ഒന്നും നടക്കണില്ല. ഭഗവാൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉറക്കം വന്നാൽ, ധ്യാനിക്കാനിരിക്കുമ്പോ ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം? ഉറങ്ങിക്കോളൂ എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലൊക്കെ എണീക്കുമല്ലോ, ആ എണീക്കുമ്പോ ധ്യാനിച്ചാൽ മതി. എഴുന്നേക്കുമ്പോ ആ ധ്യാനത്തിന്റെ ധാരയെ പിടിച്ചാൽ മതി. ഉറക്കം വരുമ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഉറങ്ങിക്കൊള്ളാം. പതുക്കെ പതുക്കെ ഈ ധ്യാനം ആ ധാരസിദ്ധമായാൽ ഉറക്കത്തിലും അത് തുടർന്നു നിൽക്കും. അല്ലാതെ ഉറക്കം വരുമ്പോ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ ഒന്നിനോട് എങ്ങനെയെന്ന് പറയില്ല. ഉള്ളില് രണ്ട് മാർഗമാണ്. ഒന്ന് പറയണത് ഒക്കെ നിഷേധിച്ച് നേതി ഇതൊന്നും അല്ല എന്ന് തള്ളിയിട്ട് അവശേഷിക്കുന്നതായിട്ടുള്ള സത്യത്തിനെ സ്വീകരിക്കൂ. ഇതാണ് ഒരു വഴി. ഇതാണ് നിഷേധാത്മകമായ ശ്രുതിയുടെ മാർഗമാണത്. മറ്റേത് സനത്കുമാര വിദ്യ എന്നാണ് പറയാ. അതായത് നിഷേധിക്കൊന്നും വേണ്ട, നേരെ ഉള്ളതായ സത്തിനെ പോയിട്ട് പിടിക്കാം. ഈ ശരീരത്തിനെ നിഷേധിക്കോ, മനസ്സിനെ നിഷേധിക്കോ, ബുദ്ധിയെ ഒന്നും നിഷേധിക്കണില്ല. ഇതിനൊക്കെ പുറകില് ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ഒരു ഇരുട്ട് റൂമിൽ ഇരുന്നാലും അഹമസ്മി എന്നുള്ള അനുഭവമുണ്ട്. അഹം എന്നുള്ള ഞാൻ എന്നുള്ള അനുഭവം, അത് അനുഭവമാണ്. ബോഡി അനുഭവമല്ല, സെൻസേഷനാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു വികാരാണ്. ഈ ശരീരം ഉണ്ടല്ലോ, വികാരം എന്ന് വെച്ചാൽ ഒരിക്കലും അത് പരിമിതിയിലാണ് ഉള്ളത്. അതിന് അപരിമിതമായ പൂർണ്ണത്വമേ ഇല്ല. വെറും ഇപ്പൊ കാല് മരവിച്ചു പോയാ കാലുള്ളതേ അറിയണില്ല എന്ന് പറയുന്നുള്ളു അല്ലേ? എനിക്ക് കാല അല്ലെങ്കിൽ അറിയണ്ടല്ലോ. കാലിന്റെ ഉള്ളിലുള്ളതൊന്നും കണ്ടിട്ടേ ഇല്ല. നാഡി, നരമ്പ്, രക്തം എല്ലാം കണ്ടിട്ടുണ്ടോ? വയറ് കണ്ടിട്ടുണ്ട്, വയറിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? ശരീരം അറിയണമെന്ന് പറഞ്ഞു മുതുക് തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? അവനവന്റെ പുറവശം തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ലിവർ കണ്ടിട്ടില്ല, കിഡ്നി കണ്ടിട്ടില്ല, ഹാർട്ട് കണ്ടിട്ടില്ല, ബ്രെയിൻ കണ്ടിട്ടില്ല. ഇനി കണ്ടു എന്ന് അഭിമാനിച്ച അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ജീൻസ് ഉണ്ടെന്ന് പറയണു, DNA ഉണ്ടെന്ന് പറയണു. ഇതൊക്കെ കാണാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ നമ്മൾ ചൊവ്വാഗ്രഹം കാണാത്തതുപോലെ തന്നെയാണ് നമ്മളുടെ ലിവറും കിഡ്നിയും ഒക്കെ. ഒരു വ്യത്യാസവും. ചൊവ്വയിലേക്ക് പോവാൻ നമുക്ക് കഴിയാത്തതുപോലെ തന്നെ നമ്മളുടെ കിഡ്നിയോ ലിവറോ കാണുന്നില്ല. അതും നമ്മളുടെ മേലെ എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇതിനും നമ്മളുടെ മേലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. രണ്ടും നമ്മൾക്ക് പരോക്ഷം. നമുക്ക് പ്രത്യക്ഷം, അപരോക്ഷം, ഡയറക്റ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനുഭവം ഞാനുണ്ട് എന്നുള്ള അനുഭവം മാത്രമാണ്. അഹമസ്മി എന്നുള്ള ഒറ്റ അനുഭവം. അത് മർമ്മമായുള്ള തൻ സ്ഥാനം എന്ന് ഭഗവാൻ പറയും. മർമ്മം ഇത് പിടികിട്ടിയാൽ വേദാന്തൊക്കെ കഴിഞ്ഞു. അഹമെനും മൂല അവിദ്യ ഹന്ത്രിട് അഹമഹമാക അല്ലുംബകലറ് അഹമൊളിർ ആത്മദേവൻ പദത്തിനിൽ അഹമഹിഴ്വാഹ അനിശം രമിക്കവേ. ഭഗവാന്റെ ഒരു ഏകശ്ലോകിയാണ്. വിവേക ചൂടാമണി മംഗളവെൺപ. ഈ ഒറ്റ ശ്ലോകത്തിൽ ഭഗവാൻ മുഴുവൻ വേദാന്തവും പറഞ്ഞു. അഹമെനും മൂല അവിദ്യ അഹന്ത്രിട്. മൂലാവിദ്യ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ളതാണ്. അഹമെന്നുള്ള മൂല അവിദ്യ അഹന്നിടാൻ അതിനെന്താ വേണ്ടത്? അഹമഹമാഹ അല്ലും പകൽ അറ. രാവും പകലുമായി ഞാൻ 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 എന്ന് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഗ്രഹിച്ചാൽ ഈ ഞാൻ എന്ന് പറയുന്നത് ഉപാധി സംബന്ധമൊക്കെ വിട്ട്, ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ വിട്ട് അഹമൊളിർ ആത്മദേവൻ പദത്തിനിൽ അഹം എന്ന് ജ്വലിക്കുന്ന സ്വയം പ്രകാശമായ ആത്മദേവൻ അവിടെ ജ്വലിക്കും.
അഹമഹിഴ്വാഹ, ആത്മരതിയോടുകൂടെ അനിശം രമിക്കവേ. എപ്പോഴും രമിച്ചിരിക്കാൻ ഈ ഞാൻ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞ് ഭഗവാൻ ആ ശ്ലോകം അവസാനിപ്പിച്ചു. കാരണം അതാണ് മർമ്മം. ലോകത്തിൽ എന്ത് ദുഃഖവും നിങ്ങളെ ബാധിക്കണമെങ്കിൽ ഈ അഹത്തിൽ തൊടണം. ഇപ്പൊ നിങ്ങളെ തളർത്തണമെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. ഇടിക്കും കുത്തിടതിനേക്കാളും നിങ്ങൾ തളർന്നു പോകും. നിങ്ങളെ കണ്ടാൽ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് എന്തോ ഭയങ്കരമായ സൂക്കേടുള്ള പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ മതി. ചീത്ത വിളിച്ചാൽ മതി, നിന്ദിച്ചാൽ മതി, തളർന്നു പോയി കളയും അല്ലേ? എന്തേ? അഹത്തിനെയാണ് ബാധി. അതാണ് മർമ്മമായുള്ള തൻ സ്ഥാനം. അപ്പൊ ആ മർമ്മത്തിനെ പിടിച്ച് ജന്മസ്ഥലത്തെത്തി. ഈ അഹം എവിടെ ഉദിക്കണോ അവിടെയാണ് നമ്മൾ ജനിക്കുന്നത്. ഹൃത്പ്രാപ്യ സദ്ധാമ നിജസ്വരൂപേ സ്വഭാവസിദ്ധേ അനുപലഭ്യനിഷ്ഠാം. ഹൃത്പ്രാപ്യ സദ്ധാമ നിജസ്വരൂപം. ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി ഈ അഹം എവിടെ ജനിക്കണു, ശരിക്കും പറഞ്ഞാൽ അവിടെയാണല്ലോ നമ്മളുടെ ബർത്ത്, ജന്മം. ആ ജനിക്കുന്ന സ്ഥലം അന്വേഷിച്ച് മാനസം സ്വസ്ഥമായുള്ളതല്ലോ. അഹങ്കാരത്തിനെ ഹൃദയത്തിൽ അടക്കി കളഞ്ഞാൽ മനസ്സ് സ്വസ്ഥമാവും. അങ്ങനെ സ്വസ്ഥമായി ശാന്തമായിട്ടിരിക്കുന്നതാണ് യോഗസ്ഥ കുരു കർമാണി എന്ന് ഭഗവാൻ പറഞ്ഞു. ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്താൽ എന്തൊക്കെ നടക്കുമ്പോഴും നിലകൊലയാത്ത ശാന്തി അയാളിൽ ഉള്ളതുകൊണ്ട് ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗത സ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീഹി മുനിഹി ഉച്യത്തെ. ദുഃഖം വരുമ്പോ ഒന്നും ചപലമാവുന്നില്ല, സുഖം വരുമ്പോ അതിലും ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല. രാഗം, ഭയം, ക്രോധം ഇതൊന്നും അവനിലില്ല. സ്ഥിതധീഹി, സ്ഥിരമായ സ്വരൂപനിഷ്ഠയുള്ള ആ മുനി, ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നു. അവനെ കർമ്മയോഗി എന്ന് പറയണം. അതുപോലെ തന്നെ കർമ്മവും ഭക്തിയും. ഭക്തിയുടെ പരാകാഷ്ഠ ശാന്തിയാണ്. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ പലവിധ ഭാവങ്ങൾ പറഞ്ഞു. രുദതി ക്വചിത് ദ്രുതതി അച്യുത ചിന്തയാ ക്വചിത് ഹസതി വന്ദത്തെ ഒക്കെ പറഞ്ഞിട്ട് തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന പോലെ ഈ ഭക്തിയുടെ ഭാവങ്ങളൊക്കെ തന്നെ ശാന്തിയുടെ കടലില് ലയിച്ച് ശാന്തോയമാത്മാ. ആ ശാന്തി തന്നെ ആത്മാവിന്റെ സ്വരൂപം എന്നുള്ളത് കൊണ്ട് അത് തന്നെ ജ്ഞാനം. ശാന്തോയം ആത്മാ. ആത്മാ എന്താണ്? ശാന്തിയാണ് ആത്മാവ്. ആത്മാന്ന് പറഞ്ഞ ഒരു വസ്തുവല്ല, അനുഭവമാണല്ലോ. എന്തനുഭവം? ശാന്തിയുടെ അനുഭവം. ശാന്തോയമാത്മാ. അയമാത്മാ ശാന്ത ശാന്തി. അങ്ങനെ പറഞ്ഞ് ശ്രുതി ആത്മസ്വരൂപത്തിനെ പറയുമ്പോൾ അത് തന്നെ ജ്ഞാനം. യോഗമും അത് തന്നെ. യോഗം എന്ന് വെച്ചാൽ യോഗശ്ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തിയെ ഉപായം കൊണ്ട് പിടിച്ചു നിർത്തിയാൽ ആ ഉപായം വിടുമ്പോൾ പോകും. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ ചിത്തവൃത്തികളൊക്കെ ഈ ഞാൻ എന്നുള്ള വൃത്തിയെ ആശ്രയിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നുള്ള അഹങ്കാര വൃത്തി ഹൃദയത്തിൽ അടങ്ങുമ്പോ ബാക്കിയുള്ള ചിത്തവൃത്തികളൊക്കെ അടങ്ങിക്കളയും. അപ്പൊ അത് യോഗമാണ്. ഇനിയിപ്പോ വേറെ ഒരു വിദ്യയുണ്ട്. എന്താ വിദ്യ എന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ മതി, അപ്പോഴും ഇത് വരും ഉള്ളിൽ. എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള ആഗ്രഹം, അത് ലൗകികമോ ഭൗതികമോ അധ്യാത്മമോ എന്തോ ആവട്ടെ,
ലൗകികമോ വൈദികമോ എന്തൊക്കെ തന്നെ ആണെങ്കിലും വേണമെന്ന് വരിക്കുമ്പോൾ മനസ്സ് അതിനായിട്ടുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങും. ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അതാണ് ഭക്തി. ഭാഗവതത്തില് വൃത്രൻ പറഞ്ഞു, ന നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. വേദാന്തം അഹത്തിനെ നിഷേധിച്ചു, ഭക്തി മമതയെ നിഷേധിച്ചു. ന ഭൂമിർ ന തോയം ന തേജോ ന വായു എന്ന് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്ന് അഹന്തയെ നിഷേധിച്ചു. ഇവിടെ ഭക്തൻ എന്ത് ചെയ്തു? മമതയെ നിഷേധിച്ചു. എനിക്കൊന്നും വേണ്ടെന്ന്, യാതൊന്നും വേണ്ട. ദീയമാനം ന ഗൃഹന്തി. ഭഗവാൻ പറയണത് ഇവനെ കൊണ്ടുള്ള ഉപദ്രവം എന്താന്ന് വെച്ചാൽ മുക്തി പോലും കൊടുത്താൽ ഇവൻ വേണ്ടാന്ന് പറയുന്നു. സായുജ്യം സാരൂപ്യമൊക്കെ തന്നെ കൊടുത്താലും ഈ ഭക്തൻ പറയണു എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് എന്താ ചെയ്യാ, ഞാൻ അവന്റെ പുറകെ ഇങ്ങനെ നടക്കും. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് ആ നിരപേക്ഷം മുനിം ശാന്തം, അയാൾക്ക് ലക്ഷണം എന്താ? ഡിസയർലെസ്, അബ്സല്യൂട്ട്ലി ഡിസയർലെസ്, ഒരാഗ്രഹവുമില്ല. മുനിം, മുനി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞല്ലോ. ആ മുനിം ശാന്തം, സദാ സമാഹിതനാണ്, മനസ്സ് സമാധിസ്ഥിതിയിലാണ്. നിർവൈരം, ആരോടും ദ്വേഷമല്ല. സമദർശനം, സർവത്ര ആത്മദർശനമുള്ള ആളാണ്. അങ്ങനെയുള്ള ആ മുനി ഉണ്ടല്ലോ, അയാളുടെ പുറകെ വേണമെങ്കിൽ നോക്കിക്കോളൂ, എന്നെ കാണാമെന്നാണ് ഭഗവാൻ പറയണത്. അനുവ്രജാമി, ഞാൻ പുറകെ നടക്കും. പൂയേത്തി അങ്കുരിരേണുഭി, എന്തിനാന്ന് വെച്ചാൽ അവന്റെ പാദസ്പർശമേറ്റ മണ്ണുകൊണ്ട് എന്നെ ഇത്തിരി ശുദ്ധീകരിക്കാനായിട്ട് ഞാൻ അയാളുടെ പുറകെ കൂടും എന്ന് ഉദ്ധവനോട് ഭഗവാൻ ഭാഗവതത്തിൽ പറയാ. എന്താന്ന് വെച്ചാൽ ആ ഭക്തൻ എന്നോട് ഒന്നും ചോദിക്കില്ല. ഭഗവാന് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഒന്നും ചോദിക്കാത്ത ആളുകളാണ്. നമ്മൾ 2 മിനിറ്റ് കണ്ട ഒരു ലിസ്റ്റ് കൊടുത്തു കളയും. ഭഗവാൻ നമ്മുടെ ഭഗവാൻ തന്നെ പറയും, ഭഗവാൻ എന്താ ആളുകളുടെ മുമ്പിൽ വരാത്തതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ കാര്യം നടക്കാൻ സ്ഥാനം ഒഴിഞ്ഞു തന്നേക്കുമെന്ന് പറഞ്ഞേക്കുന്നു. എന്താ ചോദിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളുടെ കയ്യിലാണ്. നമ്മളുടെ സംസ്കൃത പാട്ടുകൾ മുഴുവൻ നോക്കിയാൽ ദേഹി 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 പാലയമാം പാഹിമാം കഴിഞ്ഞു. സംസ്കൃതത്തിൽ പാട്ട് എഴുതുന്നത് വളരെ എളുപ്പമാണ്. രാമ കൃഷ്ണ ഗോവിന്ദ പാലയമാം പാഹിമാം ദേഹി പാഹി കഴിഞ്ഞു. ഇത് കേട്ടിട്ട് ഭഗവാന് തന്നെ ബോറടിച്ചു പോയി. ഒന്നും ദേഹി ചോദിക്കണേ ഇല്ല ഭക്തൻ. ഒന്നും ഇത് തരൂ അത് തരൂ ഒന്നും ചോദിക്കും. അങ്ങനെയുള്ള ഭക്തനെ, ആ ഭക്തിയില് എന്താ ഉള്ളത്? ഒരു ഫുൾനെസ് ഉണ്ട്, പൂർണ്ണത, ശാന്തി. ആ ശാന്തി തന്നെയാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞു. ഹൃത് സ്ഥലേ മനസ്വസ്ഥതാക്രിയ ഭക്തി യോഗ ബോധാശ നിശ്ചിതം. യോഗികൾ പതഞ്ജലി തന്നെ പറഞ്ഞു, ചിത്തം നിശ്ചലമായിട്ടിരുന്നാൽ ബോധമുണ്ടാവും. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം, സ്വരൂപത്തിലിരിക്കും. അത് അപ്പൊ ബോധാശ്ച നിശ്ചിതം. ഇതാണ് ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ. ഇത് നല്ല തമിഴില് അദ്ഭുതമായ ഒരു പ്രയോഗം ഭഗവാൻ ചെയ്തു. ഈ അഹം ഉദിക്കുന്നത് എവിടെയെന്ന് നോക്കി ഉദിത്ത ഇടത്തിൽ, ആ ഉദിക്കുന്ന മർമ്മമായുള്ള ഹൃദയസ്ഥാനത്തിൽ ഒടുങ്ങിയിരുത്തൽ. അത് കർമ്മവും ഭക്തിയും ഉന്തീപ്പറ, യോഗ ജ്ഞാനവും ഉന്തീപ്പറ. അത് തന്നെ കർമ്മം, അത് തന്നെ ഭക്തി, അത് തന്നെ യോഗം, അത് തന്നെ ജ്ഞാനം. മർമ്മമായുള്ള തൻ ജന്മസ്ഥലത്തെത്തി മാനസം സ്വസ്ഥമായുള്ളതല്ലോ. ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് ഭഗവാൻ. ബർത്ത്ഡേക്ക് ചെയ്യേണ്ടത് ഇതാണെന്നാണ്. ബർത്ത്ഡേ വിളക്ക് കൊളുത്തൽ ആണക്ക് കൂതിക്കെടുത്തല്ല വേണ്ടത്. ബർത്ത്ഡേക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ജനിച്ച ദിവസമെങ്കിലും ജനിച്ച ഈ ഞാൻ ആരാണ്,
ഞാൻ എവിടെ ജനിക്കണു, എന്റെ ജന്മസ്ഥാനം എന്താണ്, ഈ അഹംവൃത്തി എവിടെ ഉദിച്ചു എന്ന് നോക്കി ആ ഹൃദയസ്ഥാനത്തിൽ അടങ്ങലുണ്ടല്ലോ, അങ്ങനെ ആരടങ്ങിയോ സ നവോ നവോയം സതതം മുനീന്ദ്ര സയേവ ജാതഃ സ നിത്യജാതഃ നവോ നവോയം സതതം മുനീന്ദ്ര. അവൻ ജനിച്ചു, ഇനി മരണമോ ജനനമോ ഇല്ലാത്ത മണ്ഡലത്തിൽ ജനിച്ചു. നവോ നവോയം സതതം മുനീന്ദ്ര. ഓരോരിക്കും നോക്കുമ്പോഴും അവൻ നവമാണ്, പുതിയതാണ്, ഫ്രഷാണ്. ആ നൂതനത, ആ നവീനത, അത് ആ മുനിയിൽ കാണാൻ കാരണം എന്താ? ഓരോരോ ക്ഷണവും ഹൃദയസ്ഥാനത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പോ ഒരാള് സാധന ചെയ്ത് നേടേണ്ടത് എന്താ? ഈ മനസ്സിനെ തന്റെ പിറപ്പിടമായ ഹൃദയത്തിൽ കൊണ്ടുപോയി ഇരുത്തണം. ഉപനിഷത്തില് ചാന്തോക്യ ഭാഷ്യത്തില് ശങ്കരാചാര്യർ പറയണു, ഈ ഹൃദയം എന്നൊരു ധാമം, ശോകസ്പർശമില്ലാത്ത സ്ഥലം, അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സുഷുപ്തിയില് അറിയാതെ നാച്ചുറലായിട്ട് മനസ്സ് കുറച്ചു നേരത്തേക്ക് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. സമാധിസ്ഥിതിയില് കോൺഷ്യസ് ആയിട്ട് നിഗൃഹീതം ന ലീയത്തെ, നിഗൃഹീതമായ മനസ്സ് ആ ഹൃദയത്തിൽ പോയിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കാൻ എന്താ തടസ്സം എന്ന് വെച്ചാൽ പഞ്ചദ്വാരപാഹ എന്നാണ്. 5 ദ്വാരപാലകന്മാരുണ്ട്. കണ്ണ്, മൂക്ക്, കാത്, നാവ്, ഇതൊക്കെ ഈ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ഈ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട കാരണവും വാസന കാരണം, ഹാബിറ്റ്, അതിനെയാണ് നമ്മൾ വാസന എന്ന് പറയണത് അല്ലേ? ശങ്കരാചാര്യർ തന്നെ വിവേക ചൂടാമണിയിൽ പറയണു, യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഹം നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. മനസ്സ് ബഹിർമുഖമായ പ്രചാരത്തിൽ നിന്ന് എപ്പോഴൊക്കെ തന്നെ ആത്മവിചാരം ചെയ്ത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഇരുത്തപ്പെടുന്നുവോ അപ്പോഴൊക്കെ തന്നെ അതിന് പുറമേ ചലിക്കാനുള്ള ഈ ഹാബിറ്റില് ഒരംശം ദഹിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും അതിനെ ഹൃദയത്തിൽ കോൺഷ്യസ് ആയിട്ട് ഇരുത്തി സമാധി പരിശീലനം ചെയ്ത് അവസാനം ഈ സമാഹിത സംസ്കാരം, ധ്യാന സംസ്കാരം, ആത്മവിചാര സംസ്കാരം ബലമാകുമ്പോ മനസ്സിന് പുറത്തു പോകുന്ന ആ സ്വഭാവം കുറയും. ഒരു ഉദാഹരണം പറയും. പശുവിനെ തൊഴുത്തുനിന്ന് അഴിച്ചുവിട്ട ഗ്രാമങ്ങളിലുള്ള ഒരു കാണുന്നതാണ്. രാവിലെ പശുവിനെ അഴിച്ചുവിടും, പിന്നെ വൈകുന്നേരമായ അന്വേഷണം കറുത്ത പശു ഇങ്ങനെ പോയി വന്നു, അന്വേഷണം നടക്കണ്ടാവും. അത് ആരുടെങ്കിലുമൊക്കെ തൊടിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. ഈ പിടിച്ചോണ്ട് വരും. ഈ അഴിച്ചുവിട്ട് പഴക്കി കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടിയിട്ട് സമയം കിട്ടിയാൽ അത് പോവും, ചിലപ്പോൾ കെട്ടഴിച്ചു പോവും. അപ്പോ അവസാനം എന്താവും? ഈ പശുവിനെ കെട്ടിയിട്ട് അവിടെ തന്നെ തീറ്റ കൊടുത്ത് പഴക്കി പിന്നെ അഴിച്ചു വിട്ടാലും പോവില്ല. അതുപോലെ ഈ മനസ്സ് അതിന്റെ പ്രകൃതിയാണ്, തുറന്നു വിട്ടാൽ അത് പോവും. അത് പോകണമെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ കുട്ടിക്കാലം മുതൽ പഴക്കിയിരിക്കുന്നത് പുറത്തു നോക്കാനാണ്, അകത്ത് നോക്കാൻ ഇത്രയും കാലം ആരും പഴക്കില്ല. ഇപ്പൊ ആദ്യമായി ശാസ്ത്രത്തിൽ ഗുരുമുഖത്തിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ കേൾക്കണു, ഈ മനസ്സിന് ഉള്ളിൽ പോവുക എന്നൊരു വഴിയുണ്ട്, ഒരു പ്രത്യക് പ്രവാഹം ഉണ്ട്, ഉള്ളിലേക്ക് തിരിയാൻ പറ്റും. ഹൃദയസ്ഥാനത്തില് അതിന് പരമശാന്തി നൽകുന്ന ഒരു ധാമമുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട് അവിടെ. ഐലാൻഡ്, ലാൻഡ് വേർ ദ റിയൽ ഇമ്പോർട്ട് ഓഫ് ഐ ഈസ് സീൻ. അപ്പൊ ആ ഹൃദയസ്ഥാനത്തിലേക്ക് മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു മെനക്കെടുണ്ട്. ഉപായേന നിഗൃഹീയാത്, ഗൗഡപാദർ പറഞ്ഞു, പതുക്കെ ഉപായം കൊണ്ട് ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാം
ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. മനസ്സിനെ ആത്മാവിലിരുത്തി മറ്റൊരു ചിന്തയും ഉദിക്കാൻ അനുവദിക്കാതെ നിശ്ചലമായി ആ സ്വരൂപസുഖം അനുഭവിച്ച് ഇരിക്കുന്ന സമാധിസ്ഥിതി, അത് ദീർഘകാല അഭ്യാസം കൊണ്ട് ഭദ്രമായിട്ട് തീരും. യോഗതാരാവലിയിൽ ആചാര്യസ്വാമി പറഞ്ഞു, നിരന്തരാഭ്യസ്ത നിതാന്ത ഭദ്ര സാജൃംഭതേ യോഗിനി യോഗനിദ്ര എന്നാണ്. നിരന്തരാഭ്യസ്ത നിതാന്ത ഭദ്ര. നിരന്തര അഭ്യാസം കൊണ്ട് ഭദ്രം എന്ന് വെച്ചാൽ അഭ്യാസം കൂടാതെ ഇത് സിദ്ധിക്കില്ല. ചിലർ വിചാരിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതങ്ങനെ വന്നു പോകും. അങ്ങനെ വരില്ല, വരും. ഇപ്പൊ ഭഗവാൻ മഹർഷിയുടെ സന്നിധിയിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാലും അതൊരു ഗ്ലിംസ് മാത്രമാണ്. ഗുരുമുഖത്ത് നിന്നും ഇപ്പൊ സത്സംഗത്തിൽ ചിലർക്ക് കിട്ടും, കിട്ടിയാലും ആ ക്ഷണത്തേക്കാണ്. അതൊരു കൃപയാണത്, ശക്തിപാതം. പക്ഷേ അതിൽ നിൽക്കാൻ പറ്റില്ല. നമ്മളുടെ ലോകത്തിൽ ബഹിർമുഖമായ പ്രചാരത്തിൽ നമ്മൾ എങ്ങനെ എഫേർട്ട് ഇടുന്നുവോ അതുപോലെ തന്നെ ഹൃദയസ്ഥിതിയിൽ നിങ്ങളുടെ എഫേർട്ടാണ് തപസ്, നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് സാക്ഷാത്കാരം. നിങ്ങൾ ഇടുന്ന ആ പരിശ്രമത്തിന്റെ സംസ്കാരം തന്നെയാണ് സ്വാനുഭൂതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാനുഭൂതി ഉണ്ട്. വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് ഈ പരിശ്രമം തന്നെയാണ്. ഈ ഹൃദയത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി ഇരുത്തുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ, അതിലാണ് ആനന്ദം, അതാണ് ഭക്തി. ആത്മാവിനെ പുൽകാനുള്ള ചിത്തത്തിന്റെ വ്യാകുലത വർദ്ധിക്കുകയും ആത്മാവിനെ സംസ്പർശം എന്നാണല്ലോ പറയണത്. സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ബ്രഹ്മസംസ്പർശ സുഖം എന്നാണ്. എന്നുവെച്ചാൽ കോൺഷ്യസ് ആയിട്ട് മനസ്സിനെ സോഴ്സിലേക്ക് കൊണ്ടുപോയി ഉദിക്കുന്ന സ്ഥലത്തിൽ എവിടെ ഉദിക്കുന്നു, ഈ അഹം എവിടെ ഉദിക്കുന്നു, ഞാൻ എന്നുള്ള ആ വൃത്തി ഉദിക്കുന്നത് ആരാഞ്ഞു നോക്കുകയാണ്. ഇങ്ങനെ ആരാഞ്ഞ് മഹർഷി ഉള്ളത് 40 പറഞ്ഞു, കിണറ്റിൽ വീണ് ഒരു വസ്തു തിരയണ പോലെ തിരയാം. ഒരു വെള്ളത്തിൽ പോയ വസ്തു ഉള്ളില് ശ്വാസമടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ ഈ ഞാൻ എന്ന് പറയുന്ന വൃത്തി നമുക്കത് സ്വതസിദ്ധമാണ്. പലപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്നത് ഈ വിദ്യക്ക് ഒരു ആനുകൂല്യം എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ ഓഫീസിൽ സുപ്പീരിയർ ഓഫീസർ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ ചിലപ്പോ കസ്റ്റമർ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചിലർ വളരെ അഫക്റ്റഡ് ആയി വീട്ടിൽ വന്ന് റൂമിൽ അടച്ചിരുന്നതും ഇങ്ങനെ സംഭവിച്ചു തോന്നുമ്പോൾ ആർക്കാ സംഭവിച്ചത് ചോദിക്കാം. അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ശണ്ട കൂടിയാൽ റൂമിൽ അടച്ചിരുന്ന് ആരാ, ഹൂ ഈസ് അഫക്റ്റഡ്, ആർക്കാണ് ഈ അഫക്റ്റേഷൻ? എനിക്ക്. എന്നെ പറഞ്ഞു ഞാൻ 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 ആ എനർജി ഡാൻസ് ആണ്. അതിങ്ങനെ വെച്ചുകൊണ്ട് ഈ അഹം 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 എന്നുള്ളത് ഗ്രഹിച്ചുകൊണ്ടേയിരുന്ന ആ ഹൃദയസ്ഥാനം റിവീലാവും. പെട്ടെന്ന് നമ്മൾ കാണും സുഖമോ ദുഃഖമോ അല്ലാത്ത ഒരു നിർവൃത്തി സ്ഥാനം ഹൃദയത്തിൽ അനാവൃതമാവും. അദുഃഖം അസുഖം സമം. മർമ്മമായുള്ള തൻ ജന്മസ്ഥാനത്തിങ്കൽ ചെന്ന് നിൽക്കുന്ന വിദ്യ നമ്മൾ പഠിക്കും. മർമ്മമായുള്ള നമ്മളുടെ ആ ജനിക്കുന്ന സ്ഥലം സ്വസ്ഥമായി മനസ്സ് അതിന്റെ ഗർഭസ്ഥാനത്തിലേക്ക് പോണത് കാണും. ഇത് കുറച്ചു നേരത്തേക്ക്, പിന്നെയും മനസ്സ് ഇളകും. അതാണ് ഹാബിറ്റ്. ഒരു ദിവസം കൊണ്ട് കാര്യം നടന്നതൊന്നും വേണ്ടല്ലോ അല്ലേ? പിന്നെയും ഇളകുമ്പോൾ പിന്നെയും ഞാൻ ആരാണ്, എനിക്ക് വന്നു, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ ഉദിക്കുന്നത് എവിടുന്ന് എന്ന് ആരാഞ്ഞ് ഹൃദയത്തിൽ മുങ്ങി ഹൃദയത്തില് അത് ഉദിക്കാത്ത സ്ഥിതിയിൽ ഇരിക്കുന്നു. ഞാൻ ഉദിയാതുള്ള നില, ആ നിലയില്
നാം അതുവായി ഉള്ള നില. ഞാൻ തമിഴിനെ മലയാളത്തിലാക്കിയതാ. ഞാൻ ഉദിയാതുള്ള നില, നാം അതുവായി ഉള്ള നില. ഞാൻ എന്നുള്ളത് ഉദിക്കാതിരിക്കുമ്പോൾ നാം അതുവായിട്ട്, അതെന്ന് പറഞ്ഞോളൂ ഭഗവാൻ. ബ്രഹ്മം ആത്മാവെന്നും പറഞ്ഞില്ല. അതുവായി ഉള്ള സ്ഥിതി, അതുവായിട്ട് ഇരിക്കണമെന്ന്, അതായിട്ടിരിക്കണം. അതെന്താണെന്നാണ് അത്. നാം അതുവായിട്ടിരിക്കണം. ആ സ്വസ്ഥമായ സ്ഥിതി ഒരു ക്ഷണ നേരത്തേക്ക് സിദ്ധിച്ചാൽ പോലും റിഫ്രഷ്ഡ് ആവും, എനർജൈസ്ഡ് ആവും, ശാന്തമാവും. അപ്പോ അതാണ് ഹൃസ്ഥലേ മനസ്വസ്ഥത. ഹൃസ്ഥലത്തില്, ഹൃദയസ്ഥാനത്തിൽ, ഹൃദയത്തിങ്കൽ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നത് തന്നെ കർമ്മം, ഭക്തി, യോഗം, ജ്ഞാനം എല്ലാം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കണത് അത് വേറെ, കർമ്മയോഗം വേറെ, ഭക്തിയോഗം വേറെ, രാജയോഗം വേറെ എന്നൊക്കെയാണ്. അപ്പോ ഇത് കർത്തൃത്വനാശായ ച കർമ്മയോഗഃ, വിഭക്തിനാശായ ച ഭക്തിയോഗഃ, വിയോഗനാശായ ച രാജയോഗഃ, അബോധനാശായ ച ബോധയോഗഃ എന്ന് പറഞ്ഞ ലക്ഷ്മണ ശർമ്മ ഒരു ശ്ലോകമാണ്. കർത്തൃത്വം ആരാഞ്ഞു നോക്കുമ്പോൾ കർത്തൃത്വം പോകുന്നത് തന്നെ കർമ്മയോഗം, വിയോഗം പിരിഞ്ഞിരിക്കുന്നത് പോകുന്നത് തന്നെ രാജയോഗം, അബോധം സ്വരൂപത്തിനെ അറിയാതിരിക്കുന്നത് പോകുന്നത് തന്നെ ജ്ഞാനയോഗം, വിഭക്തി ഞാൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഈ ഭേദം പോണത് തന്നെ ഭക്തി. ഇതൊക്കെ വേറെ വേറെ തോന്നും, പക്ഷെ ഉള്ളിലുള്ള സാരമായുള്ള അനുഭവം ഒന്ന് തന്നെയാണ്. പുറമേക്ക് പേര്, അതിനോടുള്ള സമീപനമൊക്കെ വ്യത്യാസമായിട്ടിരിക്കാം, പക്ഷേ ഹൃദയസ്ഥാനത്തുള്ള അനുഭൂതിയില് ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പറ്റില്ല. അതിനുണ്ടായാൽ അത് വാസ്തവമായ അനുഭവമായിട്ടിരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അനുഭൂതിയില് അത് എല്ലാം ഒന്നാണ്. ഇപ്പൊ ഹൃദയത്തിൽ അടങ്ങിയിരിക്കൽ എന്ന് പറഞ്ഞു. വേറെ ഒരു വിദ്യ എന്താന്ന് വെച്ചാൽ പ്രാണനെ അടക്കി മനസ്സിനെ ഹൃദയത്തിൽ പ്രചരിപ്പിക്കും. യോഗമാർഗം ശ്വാസം അടക്കി നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഹൃദയസ്ഥാനത്തില് നിഷ്ഠമാണ്. മനസ്സ് ജ്ഞാനം കൊണ്ടോ ഭക്തി കൊണ്ടോ സമാധിയിലിരിക്കുമ്പോ നമുക്ക് ഇഫക്റ്റ് കാണാം, പ്രാണനെ ഉണ്ടാവില്ല. യോഗികളിൽ പലരിലും കണ്ടിട്ടുള്ള അവസ്ഥ ശ്വാസപ്രശ്വാസം കാണില്ല, നാഡികൾ പോലും ചിലപ്പോൾ മിടിക്കില്ല, ഹാർട്ട് സ്പന്ദനം പോലും നിന്നുപോവും. രാമകൃഷ്ണ പരമഹംസരിലൊക്കെ ആ ഡോക്ടേഴ്സൊക്കെ കണ്ടു നോക്കിയതാണത്. അത് ഒരു തരം ജഡസമാധി ശരീരത്തിന്. ഇവിടെ വായുരോധനാത് ലീനമാനസം, പ്രാണബന്ധനാത് ലീയത്തെ മനഃ. പ്രാണനെ പിടിച്ചു ബന്ധിക്കുമ്പോ മനസ്സ് ലയിക്കും. പ്രാണായാമം അതുകൊണ്ടാണ് യോഗമാർഗത്തിൽ വളരെ പ്രധാനം. എന്ത് യോഗം ചെയ്യണതിന് മുമ്പും സന്ധ്യാവന്ദനാദികൾ അനുഷ്ഠിക്കുമ്പോൾ പോലും പ്രാണായാമേ വിനിയോഗ എന്ന് പറയുന്നു. പ്രാണായാമം ചെയ്തിട്ട് മന്ത്രജപം ചെയ്യാം, അതാണ് സമ്പ്രദായം. പ്രാണായാമേ വിനിയോഗ. ശരിക്കും ഈ പ്രാണൻ എന്ന് വെച്ചാൽ ഈ ശ്വാസം മാത്രമല്ല, വൈറ്റാലിറ്റി മുഴുവൻ പ്രാണനാണ്, എനർജി. മനസ്സിന് മുമ്പുള്ള മണ്ഡലം പ്രാണന്റെ മണ്ഡലമാണ്. അന്നമയം പ്രാണമയത്തിൽ പോയി നിറഞ്ഞു നിൽക്കണു, പ്രാണമയം മനോമയത്തിൽ പോയി പൂരിപ്പിച്ച് നിൽക്കണു, മനോമയം വിജ്ഞാനമയത്തിൽ പോയി പൂരിപ്പിച്ച് നിൽക്കുന്നു, വിജ്ഞാനമയം ആനന്ദമയത്തിൽ നിറഞ്ഞു നിൽക്കണു. ഇങ്ങനെ ഒന്നിൽ നിറഞ്ഞ് എവിടെ ഒന്ന് അവസാനിക്കുന്നു, ഒന്ന് എവിടെ ആരംഭിക്കണു എന്ന് പറയാൻ പറ്റില്ല. എവിടെ മാറ്റർ അവസാനിക്കുന്നു, എവിടെ എനർജി ആരംഭിക്കണു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊക്കെ പേര് തന്നെ എനർജറ്റിക്സ് എന്നാണ് പേര്.
ഈ വിദ്യക്ക് എനർജറ്റിക്സ് ആണ്. ഈ ശരീരം തന്നെ പ്രാണനാണ്. പ്രാണന്റെ സ്ഥൂലമായ രൂപമാണ് ശരീരം. ശരീരത്തിന് പതുക്കെ ഉള്ളിൽ പോകുമ്പോൾ ആദ്യം വരുന്ന മണ്ഡലമാണ് പ്രാണൻ. നമ്മൾക്ക് ചിലപ്പോൾ ഒരു സത്സംഗത്തിലിരിക്കുമ്പോൾ ചിലർക്ക് ഒരു രസം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. പലപ്പോഴും അത് പ്രാണമയ കോശമാണ്. ചില യോഗവിദ്യകളുണ്ടല്ലോ, ചില കോഴ്സൊക്കെ കഴിയുമ്പോൾ കുറച്ച് നല്ല സുഖം തോന്നും. എന്താണെന്ന് വെച്ചാൽ പ്രാണനെ ഒരു താളത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു സുഖം. ഇപ്പൊ ബ്രഹ്മവിദ്യയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉപനിഷത്ത് സമ്പ്രദായം സമാപ്ത പ്രാണോപാസനസ്യ ബ്രഹ്മവിദ്യ ആരഭ്യത്തെ എന്നാണ്. പ്രാണോപാസന കഴിഞ്ഞിട്ട് ബ്രഹ്മവിദ്യ എന്നാണ്. ഊണ് കഴിക്കുന്നത് പ്രാണോപാസനയാണ്, നടക്കുന്നത് പ്രാണോപാസനയാണ്, ഉറങ്ങുന്നത് പ്രാണോപാസനയാണ്, നമ്മളുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങളൊക്കെ തന്നെ പ്രാണോപാസനയാണ്. വിശക്കണത് പ്രാണനാണല്ലോ, അപ്പൊ അന്നം കൊടുക്കുന്നത് പ്രാണായസ്വ. പ്രാണനാണ് സ്വാഹാകാരം. അപ്പൊ പ്രാണായാമം എന്ന് പറയുന്നത് ഈ ശ്വാസപ്രശ്വാസത്തിൽ മാത്രമല്ല, ലൈഫിനെ, ജീവിതത്തിനെ ഒരു പെർഫെക്റ്റ് ഓർഡറിലിടണത് പ്രാണായാമാണ്. വൈദികമായി പ്രാണായാമം എന്ന് പറയുന്നത് ധർമ്മം പ്രാണായാമമാണ്. ഒരു ചെറിയ അധർമ്മ പ്രവൃത്തി ചെയ്താൽ പ്രാണൻ നിലതെറ്റും. പ്രാണായാമം ചെയ്തിട്ട് അധർമ്മവും ചെയ്തുകൊണ്ടിരുന്ന് സുഖം ഉണ്ടാവില്ല. ഒരു കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, കോൺഫ്ലിക്റ്റ് ഫസ്റ്റ് ഇരിക്കുന്നത് പ്രാണനിലാണ്. ചില രോഗങ്ങൾക്കൊക്കെ പരിഹാരം തന്നെ പറയുക, കുറെ ദാനം ചെയ്യൂന്ന് പറയും. എന്താന്ന് വെച്ചാൽ നമ്മളെ തെറ്റായ വഴിയിലോ അല്ലെങ്കിൽ ശരിയായ വഴിയിലാണെങ്കിൽ അമിതമായി വാരിക്കൂട്ടിയ സാധനങ്ങളൊക്കെ നമ്മളുടെ പ്രാണനിലിരിക്കും. എന്നുവെച്ചാൽ ഇതൊക്കെ എന്റെ ആണെന്നൊരു തോട്ട് ഉണ്ടല്ലോ അല്ലേ. ഒരു സാധനം എനിക്ക് കിട്ടിയതൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എവിടെ പോയിരുന്നു? പ്രാണനിലാണ്. ഇങ്ങനെ കുറെ ഐഡിയാസ്. അപ്പൊ നമുക്ക് കഫം ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉടക്കറിയും, ഒരു തടസ്സം. അതുപോലെ തന്നെ പ്രാണന്റെ ഫ്ലോ, തല മുതൽ കാലുവരയ്ക്കും പ്രവഹിക്കുന്ന ഈ വായു ഭഗവാൻ പ്രാണന് ഒരു തടസ്സം ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആഗ്രഹങ്ങള്, വാസനകള്, മമത, സ്വാർത്ഥത, ഇതൊക്കെ അവിടെ ഓരോരോ ചെടുക്കിടും. നാഡികളിലും നരമ്പുകളിലും അത് ഒഴുകുന്ന സ്ഥലത്തൊക്കെ ഓരോരോ ചെടുക്കിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ നടുവിലൊരു കല്ലിട്ട് ഇങ്ങനെ ചാടില്ലേ, അതുപോലെ പ്രാണൻ ചാടും ഉള്ളില്. ഇതൊക്കെ ശാസ്ത്രമാണ്. അപ്പോ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, സമഗ്രമായ ജീവിതത്തിന്റെ താളം തപസ്സിന്റെ മൂലരൂപം ഋതപരിപാലനമാണ്. ഈ ഋതപരിപാലനം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഓർഡറിൽ ജീവിതത്തിന് അത് പെർഫെക്ഷൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ എക്സിസ്റ്റൻസ് തന്നെ ഇംപെർഫെക്റ്റ് ആണ്. നിങ്ങൾ കുറെയൊക്കെ പെർഫെക്ഷൻ ചെയ്താലും വിധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് പൂർവകർമ്മത്തിന്റെ ഫലം. അത് പല ആളുകളുടെ രൂപത്തിലും സമൂഹത്തിന്റെ രൂപത്തിലും ഗവൺമെന്റിന്റെ രൂപത്തിലൊക്കെ വന്ന് നിൽക്കും. അപ്പൊ അതൊക്കെ തന്നെ നിങ്ങളെ ഒരു താളത്തിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മളുടെ പൂർവാചാര്യന്മാർ പറയണത്, ചിലര് പരമഭാഗ്യത്തോടുകൂടി എത്രയോ ജന്മത്തിൽ ചെയ്ത സുഹൃത വിശേഷം കൊണ്ട് വളരെ അനുകൂലമായ ഒരു ശരീരം, അനുകൂലമായ മനസ്സ്, അനുകൂലമായ സാഹചര്യത്തിലൊക്കെ ഒന്ന് ജനിക്കും. അതുകൊണ്ടാണ് ചില സാഹചര്യത്തിൽ പറ്റാതെ ആവുമ്പോൾ അധ്യാത്മജീവിതം പൂർത്തിയാക്കാൻ പറ്റാതെ യോഗഭ്രഷ്ടനായിട്ട് യോഗിനാമേവ കുലേ ഭവതി ധീമതാം ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ ബിജായത്തെ എന്നൊക്കെ പറയണത്. ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ മാംസഭക്ഷണം ഉപേക്ഷിക്കണം എന്ന് ഒരാൾ വിചാരിച്ചു, സാധിക്കണേ ഇല്ല. അവസാനം മെനക്കെട്ട് ഉപേക്ഷിച്ചാലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇത് കഴിക്കണവരാണ്, അവർ നിർബന്ധിക്കണു, പലവിധ വിഷമങ്ങൾ.
ആ ജീവൻ ആ കാലം കഴിഞ്ഞിട്ട് അതിന് ഇത് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളിൽ ഇരിക്കുമ്പോൾ അടുത്ത ജന്മം ജനിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മത്സ്യമാംസം തൊട്ടറിവില്ലാത്തൊരു വംശത്തിൽ പോയി ജനിച്ചു കഴിയുമ്പോൾ ഉപാധിക്ക് തന്നെ ഒരു സാഹചര്യം ഉണ്ടായി. ആ ഉപാധിക്ക് അത് അറിയില്ല. അവിടെ നിന്നാണ് അങ്ങടേക്ക് തുടങ്ങുന്നത്. ഇതിപ്പോ ആ ഒരു പ്രയത്നമേ ഇല്ല. പിന്നെ ശ്രീമതാം ഗേഹ എന്ന് പറഞ്ഞു. അതായത് ദാരിദ്ര്യം, വിഷമങ്ങൾ, ജീവിതത്തിൽ ഈ ജോലി എടുക്കണോ ആ പണി എടുക്കണോ ഇങ്ങനെ വിഷമിക്കണ ജീവൻ നല്ല ധനവും സംസ്കാരവും ഉള്ള കുടുംബത്തിൽ പോയി ജനിക്കും. അത്രേ. എന്തിനാന്ന് വെച്ചാൽ പണിയൊന്നും എടുക്കണ്ട. അങ്ങനെ ഉണ്ടായിരുന്നു ഈ ഭാരതദേശത്തില്. അതിന് ഋഷികൾ അതിന് വയലുകൾ ഉണ്ടാക്കി വെച്ചു. കുറച്ചുപേര് ബ്രാഹ്മണരൊക്കെ അവര് പണിയെടുക്കണ്ട, അവര് രാജാവോ മറ്റു സമൂഹമോ ഒക്കെ നോക്കണമെന്ന് പറയാൻ കാരണം അതിൽ കുറെ പേര് മടിയന്മാരായി പോകുമായിരിക്കാം. പക്ഷെ അവര് വേദം ചൊല്ലിക്കൊണ്ടും ഇതൊക്കെ ചെയ്തുകൊണ്ടും അവര് ധനാർജനത്തിന് വേണ്ടിയൊന്നും യത്നിക്കാതെ തപസ് മാത്രമായിട്ട് ഇരിക്കണം. എന്താന്ന് വെച്ചാൽ ഒരു ഫീൽഡ് പ്രിപ്പയർ ചെയ്യണം. ഏതോ ഒരു ജീവൻ അനുകൂലമായ ഒരു ക്ഷേത്രത്തെ അന്വേഷിച്ച് നടന്ന് അവിടെ വന്നിരിക്കും. അവിടുന്ന് അങ്ങടേക്ക് അതിന് ഈസിയാണ്. ഇതൊക്കെ പ്രാണന്റെ മണ്ഡലങ്ങളാണ്. അപ്പൊ പ്രാണൻ എന്ന് പറയണത് ഈ മൂക്കിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആള് മാത്രമല്ല. പക്ഷെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ പോവുകയും പുറത്തു വരികയും ചെയ്യുന്ന ആള് തന്നെ നമുക്കൊരു ദേവതാവിശേഷം, അതിന്റെ ഇന്റലിജൻസ് കാണാം. ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ആ ചൈതന്യം വന്നോണ്ടേ നോക്കൂ ഈ പ്രചാരം ആരംഭിച്ചു. ഉള്ളിലേക്ക് പോവാ, പുറത്തേക്ക് വരിക. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ആളുകൾ പോണ പോലെ ഉള്ളിൽ പോകണു. ഉള്ളിലുള്ള ആളെ ആരാധിക്കാൻ ഇയാൾ ഉള്ളിൽ പോവും, എല്ലാ സേവകളും ചെയ്യും, പുറത്തു വരും, ഉള്ളിൽ പോവും. എത്ര വലിയ പ്രാണായാമം ചെയ്യണ യോഗിയാവട്ടെ മരിച്ചു കഴിഞ്ഞ് ഒരു പൊട്ട് കാറ്റ് ഉള്ളിലേക്ക് കയറ്റോ നോക്കട്ടെ. അതിനൊരു ഇന്റലിജൻസ് ഉണ്ട് അല്ലേ? ദേവത ഇതൊക്കെ ആരാധിക്കാൻ തുടങ്ങുകയാണേ. ആദ്യമായിട്ട് ആരാധിക്കാൻ തുടങ്ങുക പ്രാണനാണ്. ശ്വാസപ്രചാരം ഉള്ളിലേക്ക് ഇങ്ങനെ പോയി പുറത്തു വരണം. പുറത്തുള്ളൊരു കാറ്റാണേ, അതിങ്ങനെ ഉള്ളിലേക്ക് പോവാണ്, പുറത്തേക്ക് വരികയാണ്, ഉള്ളിലേക്ക് പോവാണ്, പുറത്തേക്ക്. ആ പ്രാണനെ ബന്ധിക്കുകയാണ്. ബന്ധിക്കൽ വൈദികമായ സമ്പ്രദായത്തില് എഫർട്ട് കൊണ്ടല്ല, ജീവിതചര്യ മുഴുവൻ മാറ്റി ഒരു താളത്തിൽ കൊണ്ടുവന്നാൽ പ്രാണായാമം വരും. നീ പ്രാണായാമം ചെയ്യണ്ട, പ്രാണന്റെ പ്രചാരമണ്ഡലങ്ങളെ മുഴുവൻ ഉപാസന കൊണ്ട് ഒരു സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രാണായാമത്തിന്റെ ഫലം സഹജമായി സിദ്ധിക്കും. ഹഠയോഗം, ഹഠം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്ത ആളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുവരിക, അതാണ് ഹഠം. അങ്ങനെ ഹഠമായിട്ട് ഈ പ്രാണനെ നിർബന്ധിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്ന പ്രാണായാമം. നിർബന്ധിക്കുകയാണ്. നീ താളത്തിൽ നോക്കൂ പറഞ്ഞ് നിൽക്കുമ്പോ ചിലപ്പോ വഴങ്ങിത്തരും, ചിലപ്പോ വഴങ്ങിത്തരില്ല, ചിലപ്പോ ഉള്ളുന്ന് തന്നെ അയാൾ ഇന്ന പ്രാണായാമം ചെയ്യുമെന്ന് പറഞ്ഞു തരും. അപ്പോ ചില യോഗികൾ അങ്ങനെ ചെയ്യും. ചില സമയത്ത് അതൊന്നും ഫലിക്കില്ല, കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രാണായാമമൊക്കെ ഗുരു ഇല്ലാതെ ശീലിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാണൻ ഒരു ഫോഴ്സാണ്, ഒരു ബലമാണ്. ജാഗ്രതയോടുകൂടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ തകരാറുണ്ടാക്കി കളയും. അതിനൊരു ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോണ്ടേ ഇരുന്നാൽ കാണാൻ ചിലപ്പോൾ ഈ മൂക്കിലൂടെ വരും, ചിലപ്പോൾ വലതുവശത്ത് മൂക്കിലൂടെ, ചിലത് ഇടതുവശത്ത് മൂക്കിലൂടെ മാറിക്കൊണ്ടേയിരിക്കും. ഭഗവാൻ ഒരു പ്രാണായാമം പറയും, പ്രത്യവേക്ഷണ പ്രാണായാമം. പലർക്കും ഉപദേശിച്ചിട്ടുണ്ട്. മിണ്ടാതെ നോക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണും മറ്റേ പ്രാണായാമത്തിനേക്കാളും ബുദ്ധിമുട്ടാണത്. എന്നുവെച്ചാൽ മറ്റേ പ്രാണായാമം നിങ്ങൾക്ക് ചെയ്യാം, ഇത് ചെയ്യാനൊന്നുമില്ല. ആ പ്രാണൻ ഉള്ളിലേക്ക് പോണതും പുറത്തേക്ക് വരണതും ശ്രദ്ധിക്കാം, വെറുതെ ശ്രദ്ധിക്കാം. കുറേ നേരം ശ്രദ്ധിക്കുമ്പോൾ ട്രമെൻഡസ് എഫേർട്ട് വേണം, വിജിലൻസ് വേണം അതിന്. ആ പ്രാണന്റെ
ഉള്ളിലേക്കുള്ള യാത്ര ശ്രദ്ധിക്കും തോറും ആ ശ്രദ്ധ എന്ന് പറയുന്നത് പ്രാണന്റെ സൂക്ഷ്മശക്തിയാണ്. ആ ശ്രദ്ധ കൊണ്ടിങ്ങനെ നോക്കുമ്പോൾ പ്രാണനവിടെ സ്ഥലം ഉണ്ടാക്കും, ഉള്ളിൽ വഴിയുണ്ടാക്കും. ഹൃദയ ശ്രദ്ധിക്കാം. ചിലര് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചില മന്ത്രമൊക്കെ ജപിക്കും. പ്രാണൻ ഉള്ളിൽ പോകുമ്പോൾ ഹം, പുറത്തു വരുമ്പോ സഹ, ഹം സഹ, ഹം സഹ, രാമ രാമ. എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇണക്കി ചേർത്തിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കാം, വെറുതെ ശ്രദ്ധിക്കാം. ഇതൊരു കുഴപ്പമില്ലാത്ത പ്രാണായാമം. ശ്രദ്ധിക്കുമ്പോൾ ആദ്യമൊക്കെ കാണാം ഇത്ര തകരാറുള്ളിലുണ്ടെന്ന് കാണാം. പ്രാണൻ ചലിക്കണേ ഇല്ല, ഇടയിൽ പോണില്ല, മുഴുവൻ ഇഡ്ഡലിയും ദോശയൊക്കെ വഴിയിൽ കിടന്നിട്ട് പ്രാണനെ നാഭിയിലേക്കൊന്നും പോവാൻ സമ്മതിക്കണില്ല. ഇന്നെടുത്ത് ഇവിടെ പോയി നിൽക്കും, ഒന്നും ശ്വാസമൊന്നും വലിച്ചാൽ കഴുത്തിന് ചോട്ട് പോയി നിൽക്കും, അടിയിലേക്കൊന്നും പോണില്ല. ഈ ദോഷമൊക്കെ നമുക്ക് കാണാം. പ്രാണനെ എടുക്കൂ കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് ഇങ്ങടേക്കൊന്നും പോണേയില്ല. എന്താ? അവിടെ ഒക്കെ തടസ്സാണ്, അവിടെ മുഴുവൻ ഡസ്റ്റ്ബിന്നാണ്. 1 മാസമായിട്ട് കഴിച്ച ഭക്ഷണമൊക്കെ ഇരിക്കുന്നുണ്ട്. കിഴക്കേനട മാത്രമേ തുറക്കുള്ളൂ ചിലർക്ക്. അത് ഈ അധ്യാത്മ ജീവിതത്തിൽ വന്ന ആളുകൾക്കൊക്കെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അപാനൻ പ്രവർത്തിക്കുകയില്ല, വിസർജനം നടക്കില്ല. അധ്യാത്മ ജീവിതത്തിന് ഇതിന് കണക്ഷനാണ്. എന്താന്ന് വെച്ചാൽ ഇതിനോട് ടെൻഷൻ ഉണ്ടാവും, പല കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇത് തെറ്റാണോ പാപമാണോ പുണ്യമാണോ പേടി ഉണ്ടാവും. ആ പേടിയും ദോഷങ്ങളും ഒക്കെ കാരണം ഉള്ളിലാകെപ്പാടെ ഇളകി പറഞ്ഞിട്ട് രാവിലെ ആയ സംഗതി നടക്കില്ല. എല്ലാവർക്കും മഹാത്മാക്കൾക്കടക്കമുള്ള കുഴപ്പമാണ്. അതുകൊണ്ടാണ് പ്രാണൻ തടസ്സാവും. ഇതൊക്കെ പ്രാണസംബന്ധമായ ചില വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞു അത്രയേ ഉള്ളൂ. ഇപ്പൊ പ്രാണബന്ധനാത്, പ്രാണനെ ബന്ധിക്കുമ്പോൾ മനസ്സ് ലയിക്കും. എഫേർട്ട്, ഹഠയോഗം. അപ്പോ വായുരോധനാത് ലീയതേ മനഃ ജാലപക്ഷിവദ്രോധ സാധനം. ഭഗവാൻ പറഞ്ഞു ഹഠമായിട്ട് വായുവിനെ പിടിച്ചു നിർത്തി ജപിക്കുമ്പോൾ മനസ്സ് ചലിക്കാതിരിക്കാൻ ഒരു വിദ്യ പറയും. എന്താന്ന് വെച്ചാൽ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഉള്ളില് ഭഗവൻ നാമത്തിനെ വിടാതെ ജപിക്കാം. ശ്വാസം ചലിക്കാതെ ഉള്ളിൽ ആത്മവിചാരം ചെയ്യാം. ശ്വാസം പുറത്തകത്തൂടെ അങ്ങനെ രുദ്ധമാക്കിയിട്ട് ഞാൻ എവിടുന്ന് ഉദിക്കണു എന്ന് വാസനയുടെ ചലനമായ ഹൃദയസ്ഥാനത്തേക്ക് മുങ്ങി രുദ്ധപ്രാണേണ രുദ്ധമനസാന്തസ്വാം ചിന്മൻ ധ്യായൻ. പ്രാണനെ രോധനം ചെയ്തുകൊണ്ട് എവിടുന്ന് ഈ അഹങ്കാരത്തിന്റെ ഉദയസ്ഥാനമെന്ന് ആരായ. അതുപോലെ പ്രാണനെ അടക്കി ധ്യാനിക്കാം. പക്ഷെ ഇതൊക്കെ ജാലപക്ഷിവത് എന്ന് പറഞ്ഞു ഭഗവാൻ. ഒരു കിളിയെ പിടിച്ച് കൂട്ടിലിട്ടാൽ കൂട് തുറന്നു വിടുന്ന വരെ അതിലിരിക്കും. കൂട് തുറന്നു കഴിഞ്ഞാൽ കിളി പറന്നു പോകും. എഫേർട്ട് ഉപയോഗിക്കണ വരെ അത് നിൽക്കും. എഫേർട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെയും പോകും. പ്രാണനെ അടക്കുമ്പോൾ മനസ്സ് നിൽക്കും. പ്രാണനെ വിട്ടുകഴിഞ്ഞാൽ മനസ്സ് വാസനാനുകൂലമായിട്ട് സഞ്ചരിക്കും. കൂലംകുത്തി ഒഴുകും. അപ്പോ വായുവിനെ ഉൾപതുക്കെ മറിക്കുകിൽ വലയകം പെട്ടുള്ള പക്ഷി പോലെ പായും ആ മാനസം പെട്ടിടും കെട്ടിങ്കൽ പ്രാണനെ പറ്റൽ ഉപായമാണ്. വായുവിനെ പിടിച്ച് ചിത്തം ഉള്ളിൽ നിർത്തുക. വളിയുൾ അടക്ക വലൈപ്പെടുപ്പോൾ ഉളമും ഒടുങ്കുറും ഉന്തിപ്പറ ഒടുക്ക ഉപായം ഇത് ഉന്തിപ്പറ എന്നാണ് തമിഴ്. വായുവിനെ അടക്കി ഉള്ളില് ബലമായി പിടിച്ചു നിർത്തുമ്പോൾ ഉൾപതുക്കെ മറിക്കുകിൽ എന്നുവെച്ചാൽ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടാണ്, നിരോധം ചെയ്യാണ്. അങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചുവിടുമ്പോൾ വലയകം പെട്ടുള്ള പക്ഷി പോലെ, വലയ്ക്കുള്ളിൽ പെട്ട പക്ഷി പോലെ
മനസ്സ് നിൽക്കും. പക്ഷേ പ്രാണൻ ചലിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ചലിക്കും. അടുത്ത ശ്ലോകം. ചിത്തവായവഹം ചിത്ക്രിയായുതാഹം ശാഖയോർദ്വയീഃ ശക്തിമൂലകാം. ചിത്തവായവഃ മനസ്സും പ്രാണനും ചിത്ക്രിയായുതാഹം ചിത്തം ചിത്തിനോടും പ്രാണൻ ക്രിയയോടും ചേർന്നിരിക്കുന്നു. ശാഖയോഹോ ദ്വയീ ശക്തിമൂലകാം. ഈ രണ്ട് ശാഖകൾക്കും ഒരേ ശക്തി തന്നെയാണ് മൂലം. ചിത്തം തന്നെയാണ് സ്ഥൂലമായ പ്രാണനായിട്ട് മാറണത്. പ്രാണൻ തന്നെയാണ് സൂക്ഷ്മമായി ചിത്തമായിട്ട് മാറണത്. ചിത്തത്തിന് അറിയുക എന്നുള്ളത് ജോലി, പ്രാണന് ചെയ്യുക എന്നുള്ളത് ജോലി. ഒന്ന് ജ്ഞാനശക്തി, മറ്റേത് ക്രിയാശക്തി. ചിത് ക്രിയായുതാഃ ശാഖയോർദ്വയീ ശക്തിമൂലക. ഇതിന് രണ്ടിനും രണ്ട് ശാഖയായിട്ട് തോന്നിയാലും രണ്ടിനും ശക്തി ഒരേ ശക്തിയോടുകൂടി ഉള്ളതാണ്. മനവുരു ഉളമും ഉയിരും ഉണർവും செயலும் உளவாம் கிளை இரண்டு உந்தீபர ஒன்று அவற்றின் மூலம் உந்தீபர. ഉളമും ഉയിരും ചിത്തമും പ്രാണനും ഒരേ വസ്തുവാണ്, രണ്ടുപോലെ തോന്നുന്നു, അത്രേ ഉള്ളൂ. മാനസം ജ്ഞാനശക്തി, പ്രാണനോ ക്രിയാമാത്രമാം ശക്തി കലർന്നതാകും. മാനസം പ്രാണൻ ഈ രണ്ടുമേ ശാഖകൾ, മറ്റിവറ്റിൻ മൂലശക്തി ഒന്ന്. ഒരേ എനർജിയാണ് സട്ടിൽ പ്ലെയിനിൽ മൈൻഡായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന അനിർവചനീയ ശക്തി തന്നെയാണ് ആനന്ദമായിട്ടും വിജ്ഞാനമായിട്ടും മനസ്സായിട്ടും പ്രാണനായിട്ടും ശരീരമായിട്ട് അന്നമായിട്ടും തോന്നണത്. എനർജി സട്ടിലർ ലെവലിലേക്ക് പോകുമ്പോൾ പതുക്കെ 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 വിഡ്രോ ആയിട്ട് മാറ്റർ ലെവലിൽ നിന്നും പ്രാണനായിട്ട് മാറും, എനർജിയാവും. എനർജി മൈൻഡായിട്ട് മാറും, മൈൻഡ് വന്ന് മൈൻഡ് നിശ്ചയാത്മികയായ വിജ്ഞാനമായിട്ട് മാറും, പ്രൈമൽ ഇഗ്നറൻസ് ആയിട്ട് മാറും, ആനന്ദമായിട്ട് അതിന്റെ ആവരണത്തിൽ പോയി ലയിക്കും. അപ്പോ രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. ചിത്തവായവ ചിത്ക്രിയായുതാഹ ശാഖയോർദ്വയി ശക്തിമൂലക. രണ്ടിനും മൂലമായ ശക്തി ഒന്ന് തന്നെ. പ്രാണനും ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്, മനസ്സും ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ ശക്തി എന്താണ്? ചിദഗ്നികുണ്ഡ സംഭൂത. വേദാന്തത്തിൽ പറഞ്ഞാൽ അവിദ്യ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ബഹിർമുഖപ്പെട്ടുവല്ലോ. അവിദ്യ കാമ കർമ്മം. അവിദ്യയാണ് ആവരണം, മൂലം. കാമം എന്ന് പറയണത് മനസ്സ്, കർമ്മം എന്ന് പറയണത് പ്രാണൻ. അവിടെ തൊട്ട് തുടങ്ങി. അപ്പോ ചിത്തമും പ്രാണനും രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ട് ഒന്നിനെ അടക്കിയാൽ മറ്റേത് അടങ്ങും. പക്ഷേ സൂക്ഷ്മത്തിനെ അടക്കിയാൽ സ്ഥൂലം അടങ്ങും, സ്ഥൂലത്തെ അടക്കിയാൽ സൂക്ഷ്മം ടെമ്പററി ആയിട്ട് അടങ്ങും. ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കൂ. ലയവിനാശനേ ഉഭയരോധനേ ലയഗതം പുനഃ ഭവതി നോ മൃതം. ലയവിനാശനേ ഉഭയരോധനെ. രണ്ട് വിധത്തിലാണ് ചിത്തത്തിനെ നിരോധം ചെയ്യാൻ പറ്റുക. ഒന്ന് ലയിപ്പിക്കുക. അതാണ് അധികവും 90% നടക്കുക. ജപം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഭജന ചെയ്യുമ്പോൾ ചിത്തം ലയിച്ച് സുഖമായിട്ടിരിക്കും. ചിലരൊക്കെ ഇങ്ങനെ സത്സംഗത്തിലിരിക്കും, അങ്ങനെയിരിക്കും, സുഖമായിരിക്കും. ഞങ്ങൾ ആശ്രമത്തിലെ ഫിനോമിനൻ കണ്ടുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ സന്നിധിയിലുള്ള വൈഭവം ഉള്ളിൽ പ്രവേശിക്കുമ്പോഴേക്കും ആളുകളുടെ മനസ്സങ്ങനെ ലീനമാവും. ചിലർക്ക് ആ ഒരു പ്രോസസ് കുറേ കാലം തുടർന്ന് നിൽക്കും. ചിലര് അതുകൊണ്ട് അഫക്റ്റഡായി വർഷങ്ങളോളം ചിലപ്പോൾ ഇരിക്കും. അങ്ങനെ തന്നെ ഇരിക്കും. എങ്കിലും ജ്ഞാനനിഷ്ഠ വരില്ല. മനസ്സെങ്ങനെ ലീനമായിട്ടിരിക്കും.
യോഗസ്ഥിതിയാണത്. പക്ഷേ വാസനാക്ഷയം വന്നിട്ടില്ല, അജ്ഞാനം പോയിട്ടില്ല. അതുകൊണ്ട് ഉറക്കം പോലെ തന്നെ അതിൽ നിന്ന് ഉണരുമ്പോ വീണ്ടും അജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് തന്നെയാണ് ഉണരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മവിചാരം ചെയ്ത് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ തെളിവായി തെളിഞ്ഞ് ചിദ്ഗർഭവൃത്തി എന്നാണ് പറയുന്നത്. ആ ചിദ്ഗർഭമായിട്ട് ചിത്തം ലയിക്കണം. ആ ജ്ഞാനത്തോടുകൂടെ അറിവോടുകൂടെ ലയിച്ച അറിവോടുകൂടെ എണീറ്റ് വരും. അപ്പൊ ശ്രവണം മനനം നിധിധ്യാസനം എന്നുള്ളതാണ് വളരെ പ്രധാനം. അതായത് അദ്വൈതജ്ഞാനം, രണ്ടാമതൊരു വസ്തുവില്ല, ഒന്നേ ഉള്ളൂ. അത് തന്നെയാണ് മനസ്സായിട്ട് തോന്നുന്നത്, ബുദ്ധിയായിട്ട് തോന്നുന്നത്. ഒരേ ഒരു ആത്മവസ്തുവിലാണ് ഈ വൈകൽപ്പിക ഭ്രമം ഉണ്ടാവുന്നത്. ഈ തത്വജ്ഞാനം ദൃഢമാവണ വരെ വേദാന്ത ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് മനസ്സിനെ അതില് യു ഹാവ് ടു സോക്ക് ഇറ്റ്, ഊറം വയ്ക്കണം. അച്ചാറിടുന്ന പോലെ മനസ്സ് ആ അറിവിനെ അബ്സോർവ് ചെയ്ത്, എന്താണെന്ന് വെച്ചാൽ മനസ്സ് തന്നെ അറിവ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതാണ് ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, ചിത്ക്രിയായുതാഹ. അതുകൊണ്ടാണ് ഭാഗവതത്തില് ആ മാഹാത്മ്യം പറയുമ്പോ പറയാ, ആ പ്രേതം നിവൃത്തിയാവണില്ല. യാഗം ചെയ്തു, യജ്ഞം ചെയ്തു, ശ്രാദ്ധം ചെയ്തു, ഗയാശ്രാദ്ധം ചെയ്തു, എന്നിട്ടും പോണില്ല. അപ്പോഴാണ് ഇവർക്ക് പറയണത് അതുകൊണ്ടൊന്നും എഫക്റ്റ് ആവില്ല. എന്താ വെച്ചാൽ പുറമേക്ക് കർമ്മം, ഇത് ചിത്തരൂപിയാണ്. ശരീരമുള്ള ഒരാൾക്കാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം പ്രയോജനപ്പെടും. ഇതിന് ശരീരമൊന്നുമില്ല, ഇതിന് ചിത്തം മാത്രമേ ഉള്ളൂ. ചിത്തത്തിൽ പ്രവേശിക്കുന്ന സാധനം അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അറിവ് രൂപത്തിലേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ, കർമ്മരൂപത്തിൽ അവിടെ പ്രവേശിക്കാനേ പറ്റില്ല. അത് നിവൃത്തമാണെങ്കിൽ അറിവ് തന്നെ വരണം. ഭാവനാശരീരിയാണത്. അതുകൊണ്ട് ഭാവനാശരീരിക്ക് സ്വപ്നത്തിൽ ഭക്ഷണം കഴിക്കാൻ ജാഗ്രതത്തിൽ എണീറ്റ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വപ്നത്തിലുള്ള വിശപ്പിന് സ്വപ്നത്തിൽ തന്നെ ഭക്ഷണം കഴിക്കണം. അതുപോലെ അറിവിൽ വന്ന കുഴപ്പത്തിന് അറിവിൽ തന്നെ പരിഹാരം വരണം. മനസ്സിലുള്ള ദൂഷ്യങ്ങളെ ഒരു വിധത്തിലുള്ള ബാഹ്യചേഷ്ടകളും നിവർത്തിപ്പിക്കില്ല. മനസ്സിലുള്ള ദൂഷ്യത്തിനെ, മനസ്സിൽ വന്ന വൃത്തിയിലുള്ള വൈകൽപ്പിക ഭ്രമം, അതായത് പെർവേഷൻസിനെ മനസ്സിൽ തന്നെ വൃത്തികൾ കൊണ്ട് തന്നെ തിരിച്ചിടണം. വൃത്തിജ്ഞാനം. അപ്പൊ അതുകൊണ്ട് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് പരിഭാഗമായ ചിത്തം യോഗസ്ഥിതിയിലേക്ക് പ്രവേശിച്ച് ആ സ്വരൂപത്തിനെ അറിഞ്ഞിട്ട് തിരിച്ച് താൻ മനനം ചെയ്ത മണ്ഡലത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ അറിവിന്റെ പരിഭാഗതയോടുകൂടെ തന്നെ വരും. അങ്ങനെയല്ലാതെ ആളുകൾക്ക് വിചാരം എന്താന്ന് വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തില് അങ്ങനെ വന്നു, എന്തോ ഒരു ജപ്പടി വിദ്യ ഉണ്ടെന്നാണ് വിചാരിക്കണം, ഒരു ഇന്ദ്രജാലം. പല ആളുകൾ അങ്ങനെ ക്ലെയിം ചെയ്യണവരുണ്ട്, ഞാൻ ഇന്ന ദിവസം ഇങ്ങനെ ഉണ്ടായി. ഞങ്ങളുടെ ആശ്രമത്തിൽ ഈ ഫിനോമിനൻ ഒരുപാട് കണ്ടതാണ്. ചിലർ ഭഗവാന്റെ സന്നിധിയിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അവർക്ക് പെട്ടെന്നൊന്ന് തോന്നും, കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോഴേക്കും തന്നെ അവർ പ്രചാരം ചെയ്ത് കളയും, ഞാൻ രമണാശ്രമത്തിൽ പോയി എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായെന്ന് പറഞ്ഞൊരു 10-50 ശിഷ്യന്മാരെ ഉണ്ടാക്കി കളയും. ഈ ശിഷ്യന്മാർ വിചാരിക്കും കുറെ കഴിയുമ്പോൾ ഇവരുടെ ജ്ഞാനമൊക്കെ പോകും, ഇവരുടെ സ്ഥിതിയൊക്കെ പോയി കളയും. പിന്നെ ഇപ്പൊ പുറത്തു പറയാൻ പറ്റുമോ? കുറെ പേര് വന്നു കൂടെ, ഇനി എങ്ങനെ പറയും? ഇവർക്കൊട്ട് മേപ്പോട്ട് പോകാനും പറ്റില്ല. ഒരുപാട് പേരങ്ങനെയുണ്ട്. ഒരുപാട് വെസ്റ്റേണേഴ്സ് അങ്ങനെയുണ്ട്. ഇവിടെയും കുറെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ. അവരത് വന്നു കഴിഞ്ഞാൽ ഉടനെ, അത് ഇപ്പൊ വന്ന് ശിഷ്യന്മാരെ ഇന്റർനെറ്റ് വഴിയാണ് പഠിക്കുന്നത്, നേരിട്ടല്ല. അപ്പൊ ഗുരുവിനെ കാണണം എന്നുള്ള നിർബന്ധം പോലും ഇല്ല. നെറ്റ് വഴി സെൽഫ് റിയലൈസേഷൻ ഇന്ന ദിവസം കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ശിഷ്യൻ അവിടുന്ന് ബുക്ക് ചെയ്തോളും. ബോർഡൊക്കെ തന്നെ വെക്കുന്നുണ്ട്, സെൽഫ് റിയലൈസേഷൻ കൊടുക്കപ്പെടും.
ഇത്രയും കാലമായി ഋഷികൾ സാധിക്കാത്ത കാര്യമാണ് പറയണത്. നിങ്ങൾക്ക് വരിക, നിങ്ങൾക്കൊക്കെ സാക്ഷാത്കാരം നൽകപ്പെടും. ഫസ്റ്റ് കം ഫസ്റ്റ്, ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് ഓൺ ദിസ് ഡേ. ഞാൻ തമാശ പറയില്ല കേട്ടോ, അങ്ങനെ തന്നെ ബോർഡുണ്ട്. അത്ര കണ്ട് നമ്മൾ സ്ഥൂല ബുദ്ധികളായിരിക്കണമെന്നർത്ഥം. ഋഷികളുടെ മാർഗത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. നമ്മൾ വിചാരിക്കണം എന്തോ സൂത്രപ്പണിയുണ്ട്, എന്തോ ടെക്നിക്ക് ഉണ്ട്, എന്തോ മെത്തേഡ് ഉണ്ട്. ഒന്നുമില്ല. സത്യം ഇതാണ്. ഇത് നിങ്ങൾ പതുക്കെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ നടക്കുന്നത് ആനന്ദമാണ്. ഇതിൽ ഓരോ പതനവും നിങ്ങൾക്ക് ഒരു അറിവാണ്. ഇതിൽ ഓരോരിക്കും നിങ്ങൾ ശനൈഹി ശനൈഹി ഉപരമേത് എന്ന് ഭഗവാൻ പറഞ്ഞു. പതുക്കെ 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 നിങ്ങൾ ഉപരമിക്കുകയാണ്. ഓരോരോ കുഴപ്പങ്ങളും നിവർത്തിപ്പിച്ച് 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 ഹൃദയത്തിൽ അടങ്ങി ആ സംസ്കാരത്തിന്റെ ആകത്തുകയാണ് ഒരു മഹാപുരുഷനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പരാജയവുമല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇനി ജന്മം 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 എന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ സമഗ്രമായിട്ട് നോക്കുമ്പോഴാണ് ഒരു മഹാപുരുഷൻ ജനിക്കുന്നത്. എത്രയോ തപസ്സിന്റെ സംസ്കാര ബലം ആകത്തുക. ആ മഹാപുരുഷന്റെ ജന്മത്തില് മറ്റുള്ളവരുടെ പുണ്യവിശേഷമൊക്കെ സംബന്ധപ്പെട്ട് കിടക്കും. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടിയിട്ടാണല്ലോ കർമ്മസമുദ്രം എന്ന് പറയണത് നമ്മള്. അങ്ങനെ അപ്പോ ലയവിനാശനെ, അപ്പൊ ഈ ലയത്തിനെ പലരും കഴിഞ്ഞു വിചാരിക്കും. ചിലര് കുറച്ചു ദിവസം ഒരു ധ്യാനം പ്രാണായാമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മള് സുഖബ്രഹ്മ മഹർഷി ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കും. ചിലര് ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് എനിക്ക് ബുദ്ധനെ പോലെ ജ്ഞാനമുണ്ടായി, സാക്ഷാത്കാരം ഉണ്ടായി എന്ന് വിചാരിക്കും. അവർക്ക് തെറ്റല്ല, ആ സമയത്ത് അവർക്ക് അതുപോലെ തന്നെ പ്രകാശിക്കും. എന്താന്ന് വെച്ചാൽ ആത്മാവിനെ അറിയാത്തവരാരുമില്ല. ആത്മാ എല്ലാവർക്കും അപരോക്ഷമാണ്, എല്ലാവർക്കും സിദ്ധമാണ്. എല്ലാവരും ചിലപ്പോൾ ഒന്നുമില്ലാത്ത ലൗകികന്റെ ഉള്ളിലും പ്രകാശിക്കും. ആത്മാനുഭൂതി എന്ന് പറയുന്നത് റെയറൊന്നുമല്ല. ചിലപ്പോൾ സാധാരണ ആളുകൾ പോലും സാധാരണ ജീവിതത്തിന്റെ നടുവിൽ ഒരു 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 അയാസിസ് ഉണ്ടാവും. കുറച്ച് നേരത്തേക്ക് ഒരു ശാന്തി, ഒരു ആനന്ദം, ഒരു നിർവൃത്തി, അത് തന്നെയാണത്. പക്ഷേ അതിൽ നിലനിൽക്കാൻ പറ്റില്ല. എന്താ? വാസന, സംസ്കാരം, കുഴപ്പങ്ങളൊക്കെ പിന്നെയും കൊണ്ടുപോയി ചാടിച്ച് നമ്മൾ. അപ്പൊ എന്താ? ഇത് ഓരോന്നും പതുക്കെ പതുക്കെ നിവൃത്തമായി തപസാ ബ്രഹ്മവിജിജ്ഞാസസ്വ. ആ ഓരോന്നിനുമുള്ള ഇവന്റെ നിവൃത്തി ഉണ്ടല്ലോ, ആ നിവൃത്തിയൊക്കെ കൂടിയിട്ടാണ് ഇയാളെ സംയമിയാക്കി പൂർണ്ണമാക്കി ശാന്തമാക്കി തീർക്കണം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ ലയിപ്പിക്കണത് വീണ്ടും പൊന്തി വരുമെന്നുള്ളതൊരു നിയമമാണ്. ജ്ഞാനത്തോടുകൂടെ ലയിക്കണം, ജ്ഞാനത്തോടുകൂടെ ഉണരണം. ലയിക്കണതിനൊരു ബലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിയാൽ തന്നെ നമുക്ക് എത്ര എനർജി കിട്ടണു അല്ലേ? ചില പ്രശ്നങ്ങൾക്കൊക്കെ ഉറക്കം മാത്രമാണ് പരിഹാരം. ശാരീരികമായി മാനസികമായി വരുന്ന വിഷമങ്ങൾക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരീരമില്ല, മനസ്സില്ല, കുറേ നേരം കഴിഞ്ഞ് പിന്നെ ശരീരത്തിലേക്ക് വന്ന നല്ല സുഖമുണ്ടാവും. സാധാരണ മനുഷ്യൻ കയ്യില് വെക്കേണ്ട ഒരു വിദ്യ എന്താന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസും കൂടാതെ ഉറങ്ങുക എന്നുള്ള ഒരു പഴക്കം. അത് ജീവിതത്തിൽ മുഴുവൻ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തന്നെ കുറെയൊക്കെ ആരോഗ്യവും മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യം നിലനിൽക്കും. എന്താണെന്ന് വെച്ചാൽ ഉറക്കം ഈശ്വരന്റെ ഫീൽഡിലുള്ള സമാധിസ്ഥിതിയാണ്. അത് ഈ ജീവന്റെ അല്ല. ഈശ്വരൻ സ്വയമേവ ഇയാളെ അശരീരിയാക്കി കുറച്ചു നേരം ഇരുത്തുന്ന ഒരവസ്ഥയായതുകൊണ്ട് സാമാന്യപ്പെട്ട കുഴപ്പങ്ങളൊക്കെ തന്നെ ഉറക്കം കൊണ്ട് തന്നെ തീരുന്നതാണ്. പക്ഷേ ഈ നമ്മളുടെ ജീവിത പദ്ധതി കൊണ്ട് ഉറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. ടിവിയും കണ്ട് അതും കണ്ട് പല ഡിസ്റ്റർബൻസും പല പ്രശ്നങ്ങളും, കർമ്മസമുദ്രം, സംസാരത്തിലുള്ള വിഷമങ്ങള്, രാഗദ്വേഷങ്ങള്, മതമാത്സര്യം എല്ലാം കഴിയുമ്പോൾ എന്താ? ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീരിയൽ ഓടിക്കൊണ്ടേയിരിക്കും. സ്വപ്ന ഡിസ്റ്റർബൻസ് ആണ്. എണീറ്റ് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഒരു ഉറക്കത്തിന്റെ ഒരു ഉത്സാഹമേ ഇല്ല, ഒരു ജഡം.
അപ്പോഴാണ് അപ്പൊ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇനി കാവേരിയിൽ പോയിട്ട് രംഗനാഥനെ നീരാടിക്കണം, ചില ദേവതകളൊക്കെ പോയിട്ട് അതാത് നദിയിൽ പോയിട്ട് കുളിപ്പിക്കുക പതിവുണ്ട്. അവിടൊപ്പം വെള്ളം ഉണ്ടാവില്ല. ആറാട്ടിന് ആ നദി തന്നെ വേണമെന്നാണ് സമ്പ്രദായം. ഇപ്പൊ എന്ത് ചെയ്യും? നദിയിൽ വെള്ളം കിണർ ഒഴിക്കും. അവിടെ പോകുമ്പോ വെള്ളമില്ല, അപ്പൊ എന്ത് ചെയ്യും? നദിയിൽ തന്നെ വേണം, അപ്പൊ നദിയിൽ കിണർ ഒഴിക്കും. അതുപോലെ ഉറങ്ങുക എന്ന് ഈശ്വരൻ തന്ന സമാധിസ്ഥിതി പോയി. അപ്പൊ എന്ത് ചെയ്യും? സമാധി അഭ്യസിക്കും. കോൺഷ്യസ് ആയിട്ട് ചിത്തവൃത്തിയില്ലാത്ത അനിശ്ചല തത്വത്തിൽ ഇരുന്ന് പഴകും. അപ്പോ യു വിൽ ബി എനർജൈസ്ഡ്. ആ ലയം, അതിനാണ് ലയം എന്ന് ഇപ്പൊ പറയേണ്ടത്. ആ ലയം, ഉത്തമ ലയം, ഈ ഉറക്കമെന്നുള്ള ലയം ജാഡ്യ ലയമല്ല, ബോധപൂർവം ലയിച്ച് ശാന്തമായിട്ട് അപ്പോ എനർജൈസ് ആവും. മാത്രമല്ല ആ ലയിക്കുന്ന ഉറവിടമുണ്ടല്ലോ അതെന്റെ സ്വരൂപമാണെന്നുള്ള അറിവോടുകൂടെ ഇരിക്കുമ്പോൾ അത് സഹജ സമാധിസ്ഥിതി. ലയിക്കുമ്പോൾ മനസ്സ് രുദ്ധമാവും, പക്ഷെ മരിക്കില്ല. മനസ്സെപ്പോ മരിക്കും? വിനാശം എന്നാണ് ഭഗവാനോട് പറയുന്നത്. രോധം എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സ് ആത്മാവിൽ നിന്ന് അന്യമല്ലെന്ന് അറിയുമ്പോൾ, ആത്മാവിനെ അറിയുമ്പോൾ, സ്വരൂപത്തിനെ അറിയുമ്പോൾ, സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു വസ്തുവും ഇല്ലെന്നുള്ള ബോധം കൊണ്ട് മനസ്സ് ബാധിക്കപ്പെടും. ഇല്ലാതാവുകയല്ല. ഇല്ലാതാവുക എന്ന് വെച്ചാൽ അയാൾ മനസ്സില്ലാത്ത ജഡമായിട്ടാവുമോ എന്നാണ് ആളുകൾക്ക് സംശയം. മനസ്സ് അയാളിലുണ്ട്. നല്ല തപോബലം കൊണ്ടും യോഗ സംസ്കാരം കൊണ്ടും സദാചാരം കൊണ്ടും ഒക്കെ തന്നെ പരിപാകപ്പെട്ട അനുകൂലമായ ഒരു മനസ്സ് യോഗിയുടെ അടുത്തുണ്ട്. പക്ഷെ ആ മനസ്സ് അയാളെ സംബന്ധിച്ചിടത്തോളം മനസ്സേ അല്ല, ആത്മാവിന്റെ ഒരു ലാംഗ്വേജ് ആണത്. ഹൃദയത്തിന്റെ ഭാഷ പറയുന്ന ഒരാളാണ് അവിടെ. അത് അയാൾ യോഗിക്ക് ഒരു അനുകൂലമായ ഫ്രണ്ടാണ്, സഖാവ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛൻ. അത് മനസ്സല്ലാതെ, അത് ഈശ്വരന്റെ ശക്തിവിശേഷമായിട്ട് തീരണത് കൊണ്ട് മനസ്സായിട്ട് അത് ഇല്ലാതായിട്ട് തീരും. അതിൽ വരുന്ന ഒരു വികാരവും ഒരു വൃത്തിയും ഇയാളെ ബന്ധിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ല. അത് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ ചിത്വ ദർശനം. അതിനു പുറകില് തിരശീല നീക്കി പുറകെ ഉള്ള ആളെ കണ്ടപ്പോ തിരശീലയുടെ സ്വഭാവം മാറിപ്പോയി. അങ്ങനെ ലയവിനാശനേ ഉഭയരോധനേ ലയഗതം പുനഃ ഭവതി. ലയിച്ചു കിടക്കുന്നത് വീണ്ടും പൊന്തി വരും, മൃതമായിട്ടുള്ളത് പൊന്തി വരില്ല. എന്നുവെച്ചാൽ ആത്മജ്ഞാനം കൊണ്ട് ഇല്ലാതായ ചിത്തം പിന്നെ പൊന്തി വരില്ല. അതോടുകൂടെ ആത്മാകാരമായിട്ട് ന പൃഥക് പ്രതിഷ്ഠതി എന്നാണ് ഗൗഡപാദാചാര്യൻ. അതിൽ നിന്നും അന്യമായിട്ട് നിലനിൽക്കില്ല, ആത്മാവായിട്ട് തന്നെ ഇരിക്കും. അവർക്ക് മനസ്സിന്റെ വൃത്തികളൊക്കെ ഉണ്ടായാലും ആത്മജ്ഞാനബലം കൊണ്ട് ജഗത്തൊക്കെ ആത്മാവാണെന്ന് അറിയണു. പിന്നെ മനസ്സ് ആത്മാവല്ലേ? സ്വാമി രാമദാസിന്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എല്ലാം രാമനാണെന്ന്. അപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി നിങ്ങൾ സ്വപ്നം കാണുമോ ചോദിച്ചു. സ്വപ്നം കാണും. അപ്പൊ നിങ്ങളുടെ സ്വപ്നം എന്തുകൊണ്ടുള്ളതാണ്? സ്വപ്നവും രാമനാണ്. രാംദാസ് ഡ്രീംസ് ആർ ഓൾസോ മെയ്ഡ് ഓഫ് റാം. ആ അദ്വൈതജ്ഞാന ബലം കൊണ്ട് മനസ്സിന് ഉള്ള ഭേദബുദ്ധി പോയി. അതാണ് അവിടെ പറഞ്ഞത് ലയം വിനാശം. ഈ മനസ്സെങ്ങനെ വിനാശമാവും? ലയം വേണം. പ്രാണനെ അടക്കി ലയിപ്പിക്കാം. പ്രാണനെ അടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം ഓർഡറിലിട്ട് കഴിഞ്ഞാൽ മനസ്സ് ലീനമാവും. ഏകചിന്തനം അദ്വൈതജ്ഞാനം കൊണ്ട് ഇല്ലാതായിത്തീരും. അതാണ് അടുത്ത ശ്ലോകം ഭഗവാൻ പറഞ്ഞു, പ്രാണബന്ധനാത്ത് ലീനമാനസം ഏകചിന്തനാത്ത് നാശമേത്യതഃ. ചിത്തം ഏതെങ്കിലും യോഗമാർഗം കൊണ്ട് യോഗവിദ്യ കൊണ്ട് സമാധിയിലിരുന്നു. ആ സമാധി സ്ഥിതിക്ക് മുമ്പോ പിൻപോ ഇയാൾ വേദാന്ത വിചാരം ചെയ്യും. സമാധിക്ക് ഇപ്പൊ ആത്മവിചാര മാർഗത്തിൽ ഞാനാരെന്നുള്ള വിചാരം കൊണ്ട് തന്നെ ഇയാൾ ഹൃദയത്തിലടങ്ങുമ്പോ ഭഗവാന്റെ ഈ വഴിയിൽ മാത്രം ഈ യോഗവും ജ്ഞാനവും ഒന്നാണ്. ഉപാസനയും ജ്ഞാനവും ഒരേ സ്ഥലത്ത് നിൽക്കണു.
പലരും വിചാരിക്കും മഹർഷിയുടെ മാർഗത്തിൽ ഉപാസന ഇല്ല എന്ന് വിചാരിക്കും. ആ ഉപാസനയേ ഉള്ളൂ അതിൽ. എന്താന്ന് വെച്ചാൽ ഈ ഹൃദയവിദ്യ എന്ന് പറയുന്നതിന് ഉപാസനയാണ്. ഈ ഹൃദയവിദ്യ എന്ന് ഭഗവാൻ പറയുന്നതിന് ഉപാസനയാണ്. ഈ അഹംവൃത്തിയുടെ മൂലത്തിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ദൃഷ്ടി കൊണ്ട് സന്നിധിയിൽ പലർക്കും വർക്ക് ചെയ്യാൻ ആരംഭിക്കും. ആ പ്രോസസ്, അതാ രഹസ്യം എന്ന് പറയണമല്ലോ നമ്മൾ. ആ ഉപാസന തന്നെ ജ്ഞാനമായിട്ട് പരിണമിക്കും. എന്താണെന്ന് വെച്ചാൽ സാധകന് സാധന, സിദ്ധന് സഹജം. സിദ്ധനത് സഹജമായിട്ട് അഹംവൃത്തി ഉദിക്കാത്ത ചിന്മാത്രമായ സ്ഥിതി പ്രകാശിക്കും. ഏകചിന്തനം എന്ന് പറഞ്ഞാൽ അദ്വൈതജ്ഞാനം എന്നർത്ഥം. സ്വരൂപജ്ഞാനം കൊണ്ട് ഉദിച്ചത് അവിടെ തന്നെ അടങ്ങി ഇല്ലാതായിട്ട് തീരും. ഇവിടെ മലയാളത്തില് ലയവും വിനാശവും രണ്ടാണ് ഒടുക്കവും, ലയവും അപ്പോഴത്തേതാകയാലേ ലയിച്ചുള്ളതോ വീണ്ടും പൊന്തിവരും രൂപം, നശിച്ചതെന്നുമേ മടങ്ങുകില്ല. കെട്ടിപ്പിടിച്ചകം വെച്ചതാൽ പ്രാണനെ കെട്ടിൽപ്പെട്ടുള്ളവ ചിത്തം തന്നെ, വിട്ടയച്ചോർ വഴി കാട്ടിത്തന്നിടുക നഷ്ടമാം മാനസം താനേ തന്നെ. ചിത്തത്തിനെ കെട്ടിപ്പിടിച്ചകം വെച്ചതാൽ പ്രാണനെ കെട്ടിൽപ്പെട്ടുള്ളവ ചിത്തം തന്നെ, ആ ചിത്തത്തിനെ വിട്ടയച്ച് ഓർ വഴി കാട്ടിത്തന്നിടുക എന്നാണ് ഭഗവാനുടെ പറഞ്ഞത്. ആ ചിത്തത്തിനെ അതിന്റെ പാട്ടിൽ പിന്നീട് വിട്ടയച്ചാലും ഏകതത്വം മറക്കാതെ, അദ്വൈതം മറന്നു പോവാതിരിക്കുകയാണെങ്കിൽ അദ്വൈത തത്വം അറിയുന്ന ചിത്തം പ്രചരിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും അത് ബ്രഹ്മാത്മത്വ അവലോകനാത്, അത് ബ്രഹ്മം തന്നെയാണ്, അത് ആത്മാവ് തന്നെയാണ്. ഒരു വൈഷ്ണവൻ വന്നു ഭഗവാന്റെ അടുത്ത്. ഇതിൽ വ്യാഖ്യാനമൊക്കെ വേറെ വിധം. വ്യാഖ്യാനമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിൽ നിർത്തുക എന്ന്. ഒരു ചിന്തയിൽ നിർത്തുന്നത് കൊണ്ട് സാധനയാണത്, സിദ്ധസ്ഥിതിയിലല്ല, മനസ്സ് മൃതമാവില്ല. ഏകചിന്തനാത് നാശമെത്തിയത. ഒരു വൈഷ്ണവൻ വന്നു. അപ്പൊ വൈഷ്ണവ സമ്പ്രദായത്തില് ആത്മാവിനെ വിഷ്ണുവായിട്ടും ചിത്തത്തിനെ മഹാലക്ഷ്മിയായിട്ടുമാണ് പറയണത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, നിങ്ങളുടെ സമ്പ്രദായത്തിൽ മനസ്സെന്താണ്? അത് ലക്ഷ്മി ദേവിയാണ്. പിന്നെ എന്താ പേടി എന്ന് ചോദിച്ചു. അറിഞ്ഞാ പോരെ, അതറിഞ്ഞാ പോരെ. അറിയുമ്പോ തന്നെ ആ അറിവ് കൊണ്ട് തന്നെ ശാന്തമാവുന്നു. അടുത്ത ശ്ലോകം നാളെ കാണാം. 15 ശ്ലോകമായി, ഇനി 15 ശ്ലോകം നാളെയും മറ്റന്നാളെയും കൂടെ. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം.